കോൺട്രഡിക്ഷൻ തുടങ്ങാം. കൊറോബറേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. പ്ലീസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ എവിഡൻസ് ആക്ടും CRPC കൈവശം ഉണ്ടെങ്കിൽ ഒന്ന് അടുത്തേക്ക് വെച്ചേക്കുക. ഓക്കെ, കൊറോബറേഷൻ നമ്മൾ കണ്ടു, അത് പ്രോസിക്യൂട്ടേഴ്സിനെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ കോൺട്രഡിക്ഷൻ സാധാരണ ഡിഫൻസ് ലോയേഴ്സിനെ സംബന്ധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ക്രിമിനൽ കേസിലെ ഡിഫൻസ് ലോയേഴ്സിനാണ്. നമുക്കറിയാം ഈ കോൺട്രഡിക്ഷൻ അഥവാ വൈരുദ്ധ്യം, അതിന്റെ എഫക്റ്റ് ഒന്നുകിൽ ഒരാൾ പറയുന്നത് ശരിയായിരിക്കും, മറ്റേയാൾ പറയുന്നത് തെറ്റായിരിക്കും. അല്ലെങ്കിൽ ആദ്യം പറയുന്ന ആള് ശരിയായിരിക്കാം, ആദ്യത്തെ കാര്യം ശരിയായിരിക്കാം, രണ്ടാമത്തെ കാര്യം തെറ്റായിരിക്കും, അല്ലെങ്കിൽ രണ്ടും തെറ്റായിരിക്കാം. ഇതാണ് സാധാരണ കോൺട്രഡിക്ഷന് നോർമലി വരുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ടൈപ്പ് കോൺട്രഡിക്ഷൻ ഉണ്ട്, ഇത് സാധാരണ കണ്ടുവരുന്നതാണ്. ഒരു കേസിൽ ഒരു സാക്ഷി ഒരു രീതിയിൽ സ്റ്റേറ്റ്മെന്റും വേറൊരു സാക്ഷി വേറെ രീതിയിലും ഒരു സ്റ്റേറ്റ്മെന്റ് നൽകും. അതായത് ആദ്യത്തെ സാക്ഷി പറയുന്നു, ഞാൻ കണ്ടു ഈ കൊല ചെയ്യപ്പെട്ടവനെ കൊന്നത് ഒന്നാം പ്രതിയാണ്. ഇതാണ് ഫസ്റ്റ് സാക്ഷി നൽകിയ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സാക്ഷി വന്നു, ഇതും ഐ വിറ്റ്നസ് ആണ്. അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടത് രണ്ടാം പ്രതിയാണ് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്. രണ്ട് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സാക്ഷികൾ നൽകിയ രണ്ട് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് കോടതി. ഇവിടെയാണ് കോടതി കുഴങ്ങുന്നത്. കാര്യം കോടതിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും എവിഡൻസ് ആണ്. കോടതിയിൽ മുന്നിൽ നൽകിയിരിക്കുന്ന രണ്ടും എവിഡൻസ് ആണ്. രണ്ട് വിറ്റ്നസസ് എന്ന് പറയുന്നത് രണ്ടുപേരെയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രോസിക്യൂഷൻ തന്നെയാണ്. പക്ഷെ ഒരു സാക്ഷി പറയുന്നു ഒന്നാം പ്രതിയാണ് കൊന്നതെന്ന് പറയുന്നു, മറ്റേ സാക്ഷി പറയുന്നു രണ്ടാം പ്രതിയാണ് കൊന്നത്. അപ്പൊ കോടതിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സാക്ഷിനെ വിശ്വസിച്ചേ പറ്റൂ. അറ്റ് ദ സെയിം ടൈം മറ്റേ സാക്ഷിനെ ഡിസ്ബിലീവ് ചെയ്യണം. ഇത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പണി തന്നെയാണ്. കാര്യം എങ്ങനെ ഒരു സാക്ഷിനെ ഡിസ്ബിലീവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സാക്ഷി, രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വിറ്റ്നസസ് ആണ്, ഐ വിറ്റ്നസസ് ആണ്, പ്രോസിക്യൂഷൻ സൈറ്റ് ചെയ്ത വിറ്റ്നസ് ആണ്. ഇത് കോടതിക്ക്, ഞാൻ പറയാം, കോടതിക്ക് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ ഡിഫൻസ് ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രോസ് എക്സാമിനേഷനിൽ ഈ ഒരു കോൺട്രഡിക്ഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹിയറിംഗ് സമയത്ത് പറഞ്ഞാൽ മതി. കോടതിയുടെ മുന്നിലുള്ള രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സാക്ഷികൾ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കോടതിക്ക് രണ്ടും എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഒരു സാക്ഷി ഒന്ന് പറയുന്നു, മറ്റേ സാക്ഷി അങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ വേറൊരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് പ്ലീഡിങ്സിന് എതിരായിട്ടുള്ള കോൺട്രഡിക്ഷൻ. ഒരു പ്ലെയിന്റിഫ് അയാളുടെ പ്ലീഡിങ്സിന് എതിരായിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ടെസ്റ്റ്മെന്റ് നൽകുന്ന ഒരു തരത്തിലുള്ള കോൺട്രഡിക്ഷൻ. അപ്പൊ അതിന്റെ എഫക്ട് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ കേസ് തന്നെ, അല്ലെങ്കിൽ ആ എവിഡൻസിന്, പ്രത്യേകിച്ച് ആ കേസിന് നന്നായിട്ട് ബാധിക്കുന്ന എവിഡൻസിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്ലീഡിങ്സിന് അഗൻസ്റ്റ് ആയിട്ട് തെളിവ് നൽകാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ക്രിമിനൽ കേസിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. കേസിന് എതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ ആ കേസ് തന്നെ പോകൂ എന്നുള്ളത് അത്രയ്ക്ക് വലിയ, നമ്മുടെ സിവിൽ കേസ് പോലെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ആർക്കെങ്കിലും പറയാമോ? ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് എതിരായിട്ട് എവിഡൻസ് നൽകിയാൽ ആ കേസിനെ അധികം ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നു. അതിനുള്ള റീസൺ ആർക്കെങ്കിലും പറയാമോ? പ്ലീസ്. ക്രിമിനൽ കോടതിയിൽ പ്ലീഡിങ്സ് ഇല്ല. പ്രോസിക്യൂഷൻ കേസ് ഉണ്ടല്ലോ, ചാർജ് ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. അതായത് സിവിൽ കേസിലാണെങ്കിൽ
പ്ലീഡിങ്സിന് അഗൻസ്റ്റ് ആയിട്ട് എവിഡൻസ് നൽകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെസ്റ്റിമണി നൽകി കഴിഞ്ഞാൽ ആ കേസിനെ നന്നായിട്ട് അത് അഫക്ട് ചെയ്യും. പ്ലീഡിങ്സിന് എതിരായിട്ട് ടെസ്റ്റിമണി പറ്റില്ല. പക്ഷെ ഇത് FIR ആണ്. ഓഡിബിൾ ആണോ? കേൾക്കാമല്ലോ? ഓക്കെ. പക്ഷെ ഇത് ക്രിമിനൽ കേസിൽ ഇത്രമാത്രം ആപ്ലിക്കബിൾ അല്ല. റീസൺ അങ്ങനെയല്ല ചോദിച്ചത്. ആ കേസിന് അതിനെ അധികം ബാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ചില ജഡ്ജ്മെന്റിൽ കണ്ടിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, ദ കേസ് ബ്രോട്ട് ഔട്ട് ഇൻ എവിഡൻസ് ഈസ് അറ്റ് വേരിയൻസ് വിത്ത് ദ കേസ് ഓഫ് ദ പ്രോസിക്യൂഷൻ, ഹെൻസ് ദ അക്യൂസ് കനോട്ട് ബി ഫൗണ്ട് ഗിൽറ്റി എന്ന് ചില കേസിൽ കണ്ടിട്ടുണ്ട്. ഇത് ശരിയാണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. പൂർണ്ണമായിട്ടും ശരിയാണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ആണോ? FIR ബേസ് ചെയ്താണ് പ്രോസിക്യൂഷന്റെ കേസ് ബേസ്. അതിന് വ്യത്യസ്തമായിട്ട് ഒരു എവിഡൻസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് പോകുമെന്നാണ് പറയുന്നത്. ആണോ? ഞാൻ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പറയാം. ഒരാൾ പറയും. അതെ, ചാർജിന് അഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് എവിഡൻസ് വന്നു കഴിഞ്ഞാൽ ആ Sir, it is against the state. അതുകൊണ്ട് എല്ലാ ക്രിമിനൽ കേസിനകത്തും സ്റ്റേറ്റ് ആണ് ഒരു വാദി എന്നുള്ള രീതി വരുന്നതുകൊണ്ട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് സാധാരണ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. ക്രിമിനൽ കേസിൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് ആ വിറ്റ്നസ് അല്ല, അത് പോലീസാണ്. സിവിൽ കേസിൽ ആ വ്യക്തി നേരിട്ടാണ്. അതാണ് വ്യത്യാസം. പോലീസിന്റെ FIR അടിസ്ഥാനമാക്കിയാണ് പ്രോസിക്യൂഷന്റെ അത്. FIR എവിഡൻസിനെ ബേസ് ചെയ്താണ് കൺവിക്ഷൻ ചെയ്യേണ്ടത്. എവിഡൻസിനെ ബേസ് ചെയ്ത് ഐ ഡു അഡ്മിറ്റ്, അതിൽ സംശയമില്ല. എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് കൺവിക്ഷൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻ അല്ല. പ്രോസിക്യൂഷന്റെ കേസിന് ഡിഫറെന്റ് ആയിട്ട് അതിൽ നിന്ന് വേരി ചെയ്തുകൊണ്ട് എവിഡൻസ് വന്നു കഴിഞ്ഞാൽ ആ കേസിനെ മെറ്റീരിയലി അഫക്ട് ചെയ്യുമോ അതോ? അത് കോൺട്രഡിക്ഷന്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺട്രഡിക്ഷൻ വളരെ സിവിയർ ആണെന്നുണ്ടെങ്കിൽ അത് പ്രോസിക്യൂഷൻ കേസിന് എതിരായിട്ട് തന്നെ വരും. ഞാൻ കോൺട്രഡിക്ഷൻ അല്ല ചോദിക്കുന്നത്, പ്രോസിക്യൂഷന് എതിരായിട്ട്. പ്രോസിക്യൂഷൻ എതിരായിട്ടല്ല, പ്രോസിക്യൂഷൻ ചാർജ് ഓൾട്ടർ ചെയ്യാലോ സർ. ലെസർ ഒഫൻസിന് വേണമെങ്കിലും ഫൗണ്ട് ചെയ്യാലോ സർ. അതല്ല, മെയിൻ ഒഫൻസിൽ നിന്നില്ലെങ്കിലും ലെസർ ഒഫൻസിന് ഫൗണ്ട് ചെയ്യാലോ ചാർജ്. താങ്ക് യു. നമ്മള് സെക്ഷൻ 316 316 CRPC എന്താ പറയുന്നത്? അച്ഛനോട് വാങ്ങിപ്പിക്കട്ടെ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ത്രീ 316 സെക്ഷൻ എന്താ പറയുന്നത്? കോർട്ട് ക്യാൻ ഓൾട്ടർ ചാർജ് അറ്റ് എനി ടൈം ബിഫോർ ജഡ്ജ്മെന്റ്. അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? കോടതിക്ക് എവിഡൻസിൽ നിന്ന് വേറൊരു ചാർജ് വരികയാണെങ്കിൽ, വേറൊരു ചാർജ് എമർജ് ചെയ്ത് വരികയാണെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ ചാർജ് ഫ്രെയിം ചെയ്തിട്ട് ട്രയല് പ്രൊസീഡ് ചെയ്യാം. പുതിയ എവിഡൻസ്. പാടൻ വേറൊരു സെക്ഷൻ കൂടെ ഉണ്ട്, സെക്ഷൻ 319. എന്താ പറയാ? പുള്ളിക്ക് എല്ലാവരുടെ മോഡല് ആയിരിക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പുള്ളി എല്ലാരും സമ്മതിച്ചു പോണം. വേറെ രണ്ട് മ്യൂട്ട് ചെയ്യാവോ? ഒന്ന് ഹോൾഡ് ചെയ്യാ. ഹലോ,
പ്രതിപട്ടികയിൽ കയറ്റ ആളിന ഇംപ്ലീഡ് ചെയ്യുന്നതാണ്. കോടതിക്ക് പ്രതിയായിട്ട് കയറ്റാം പുതിയ ആൾക്കാരെ. ഇംപ്ലീഡിങ് അക്യൂസ്. ഏതിന്റെ ബേസിസ്? 319 പ്രകാരം. ഏതിന്റെ ബേസിസിൽ? ചാർജ് ഷീറ്റിൽ തന്നെ എവിഡൻസ്, ചാർജ് ഷീറ്റിൽ തന്നെ പ്രതികളെ പറ്റിയുള്ള ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ തന്നെ കോടതിയിൽ വരുന്ന എവിഡൻസ് പ്രകാരം ഇയാൾ ചാർജ് ഓൾട്ടർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ചേകനൂർ കേസ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിഡൻസിലെ വേരിയേഷൻ വന്നു എന്ന് വെച്ചിട്ട് പ്രോസിക്യൂഷൻ കേസുമായിട്ട് വേരിയേഷൻ വന്നു എന്ന് വെച്ചിട്ട് ആ ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം വലുതായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. കാര്യം കോടതിക്ക് വേണമെങ്കിൽ പുതിയ ചാർജ് ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു അക്യൂസിന്റെ കേസ് അവിടെ എമർജ് ചെയ്ത് വരികയാണെങ്കിൽ ആ പുതിയ ഒരു അക്യൂസിനെ കൂടെ ആ കേസിന്റെ പ്രതിപട്ടികയിലേക്ക് ചേർക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി വേറൊരു ടൈപ്പ് കോൺട്രഡിക്ഷൻ ഉണ്ട്, അത് സെൽഫ് കോൺട്രഡിക്ഷൻ. ഈ സെൽഫ് കോൺട്രഡിക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാക്ഷി തന്നെ ചീഫ് എക്സാമിനേഷനിൽ ഒരു രീതി പറയും, ക്രോസ് എക്സാമിനേഷനിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. അത് നമുക്ക് പലപ്പോഴും കാണാറുണ്ട്, ചീഫ് എക്സാമിനേഷനിൽ നിന്ന് വേരി ചെയ്തുകൊണ്ട് ക്രോസ് എക്സാമിനേഷനിൽ പറയുന്നത്. പക്ഷെ ഞാൻ ചില അഡ്വക്കേറ്റ്സിനെ കണ്ടുവരുന്ന വെച്ചാൽ അവർ ചോദിക്കാറുണ്ട്, ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്തു, പ്രോസിക്യൂട്ടർ ചോദിച്ച സമയത്ത് നിങ്ങൾ ആ രീതിയിലാണല്ലോ ആൻസർ ചെയ്തത്, എന്താ കാരണം എന്ന് ചോദിക്കും. അപ്പൊ സാക്ഷി പറയും, സോറി എന്താ കാരണം, ഇതിൽ ഏതാ ശരി എന്ന് ചോദിക്കും. പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞാണോ ശരി, അത് ഞാൻ ക്രോസ് എക്സാമിനേഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞാണോ ശരി എന്ന് ചോദിക്കും. അപ്പൊ അപ്പോഴേക്കും സാക്ഷി കാര്യം മനസ്സിലാവുക. അപ്പൊ സാക്ഷി നേരെ പറയും പ്രോസിക്യൂട്ടർ ചോദിച്ച സമയത്ത്, അതായത് ചീഫ് എക്സാമിനേഷനിൽ പറഞ്ഞതായിരിക്കും ശരി എന്ന് പറയും. ഉടനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ അത് എന്താ കാരണം, നിങ്ങൾ ഈ ഞാൻ ചോദിച്ചപ്പോ എന്താ മാറ്റി പറയാൻ കാരണം എന്ന് ചോദിക്കും. സാക്ഷി പറയും, സാറേ ഞാനത് അറിയാതെ അല്ലെങ്കിൽ സാറ് ചോദിച്ചപ്പോ ഞാൻ പേടിച്ചിട്ട് മാറ്റി പറഞ്ഞാണെന്ന് ചോദിക്കും. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ സെൽഫ് കോൺട്രഡിക്ഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു സെൽഫ് കോൺട്രഡിക്ഷൻ, ഈ സാക്ഷിയുടെ ഫോർമൽ സ്റ്റേറ്റ്മെന്റില്, അതായത് സാക്ഷി നേരത്തെ എവിടെയെങ്കിലും നൽകിയ സ്റ്റേറ്റ്മെന്റില് ഒരു രീതി പറയും, കോടതി വന്നിട്ട് ടെസ്റ്റിമണി ആയിട്ട് സാക്ഷിമൊഴിയായിട്ട് അതിന് ഡിഫറെന്റ് ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും നമ്മളെ എന്താ പറയാ നമ്മൾ മിസ്കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം. ഇതാണ് ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രഡിക്ഷൻ. ചിലപ്പോൾ നമുക്ക് അതിന്റെ സംശയം എന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് വന്ന, അതായത് നേരത്തെ സാക്ഷി നേരത്തെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് വിരുദ്ധമായിട്ട് കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി കഴിഞ്ഞാൽ ആ കോടതി നൽകിയ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഡൗട്ട് സാധാരണ ഗതിയിൽ മിക്കവർക്കും ഉണ്ട്. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നൽകിയത്, നേരത്തെ നൽകിയ ഫോർമൽ സ്റ്റേറ്റ്മെന്റും കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റും ഡിഫറെന്റ് ആയിട്ട് നൽകിയത് ഒരു മെറ്റീരിയൽ ആസ്പെക്ട്, ഒരു ഫാക്ടിനെ കുറിച്ചാണെങ്കിൽ, ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചാണെങ്കിൽ അതിന്റെ എഫക്ട് എന്തായിരിക്കും? ആ കേസ് മൊത്തത്തിൽ പോകുമോ? അല്ലെങ്കിൽ ആ സാക്ഷിയുടെ മൊഴി മൊത്തത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാമോ? അതോ ആ കോടതി നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രെഡിറ്റ് ചെയ്യാമോ? ഇതൊക്കെയായിരിക്കും നമുക്കുള്ള മറ്റൊരു സംശയം. വേറൊരു സംശയം വരാം, ഇനി ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചായിട്ട്, അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്ത കാര്യത്തെ കുറിച്ചാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ അപ്രകാരം വരുന്ന സ്റ്റേറ്റ്മെന്റ്, കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. പിന്നെ ചിലർക്കുള്ള സംശയം എന്ന് പറയുന്നത്, ഈ നേരത്തെ പോലീസ് നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന എക്സാക്ട് വാക്കുകൾ അല്ലെങ്കിൽ അതേ സെന്റൻസ് തന്നെ ഇവിടെ കോടതിയിൽ മൊഴി നൽകുന്ന സമയത്ത് നൽകണോ എന്നുള്ളൊരു സംശയം ചിലർക്കുണ്ട്. ഞാൻ അന്ന് ഒരു ഉദാഹരണം പറഞ്ഞ പോലെ, ഒരു സാക്ഷി പറഞ്ഞു, പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ വീട്ടിൻ്റെ അകത്ത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുറത്തേക്ക് ശബ്ദം കേട്ടു, ഞാൻ ചെന്ന് നോക്കി സംഭവം കണ്ടു എന്നാണ് പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. ഞാൻ അന്ന് പറഞ്ഞതാണ്, അദ്ദേഹം കോടതി നൽകിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഞാൻ വീട്ടിനകത്ത് തിന്നുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് ബഹളം കേട്ടു, ഞാൻ ചെന്ന് നോക്കി സംഭവം കണ്ടതാണ്. അപ്പൊ ഇത് രണ്ട് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് ലോയർ ആദ്യം എന്നോട് പറഞ്ഞത്,
അയാളുടെ ഫോർമൽ സ്റ്റേറ്റ്മെന്റ്, പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പോലീസ് നൽകിയപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ കോടതിയിൽ വന്നപ്പോൾ അത് തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് വക്കീൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയും ചില സംശയമുണ്ട്, എക്സാക്ട്ലി സെയിം വേർഡ്സിൽ അല്ലെങ്കിൽ സെയിം സെന്റൻസിൽ തന്നെയാണോ കോടതിയിൽ മൊഴി നൽകേണ്ടെന്നൊരു സംശയമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ പിന്നെ ഒരു സംശയം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ നൽകിയ സ്റ്റേറ്റ്മെന്റിലെ ഏതെങ്കിലും പോർഷൻ, ഏതെങ്കിലും പാർട്ട് കോടതിയിലേക്ക് മൊഴി നൽകിയില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും കോടതിയിൽ നൽകുന്ന സമയത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഇതിപ്പം എനിക്കൊരു ഓർമ്മ വരുന്നത് ഒരു പോക്സോ കേസ് തന്നെയാണ്. അപ്പൊ അതില് ആ കേസില് ഈ കുട്ടികൾക്ക് ചൈൽഡായിരിക്കണം അതിന്റെ വിക്ടിം എന്ന് പറയുന്നത്, ഈ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ആ കുട്ടിയുടെ ഒരു സെക്ഷൽ ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുക്കുന്നത് സെപ്പറേറ്റ് ഒഫൻസ് ആണ്, സെപ്പറേറ്റ് പണിഷ്മെന്റ് ഉണ്ട്. അതിന് സെക്ഷൻ ഇപ്പൊ ഓർക്കുന്നില്ല. അപ്പൊ ആ കേസിൽ ആ കുട്ടി പ്രോസിക്യൂഷൻ കേസ് പ്രകാരം അല്ലെങ്കിൽ ആ കുട്ടി പോലീസിന് കൊടുത്ത മൊഴി പ്രകാരം ആ കുട്ടിക്ക് എന്തോ പെൻസിൽ വാങ്ങിക്കൊടുത്തിരുന്നു, ഈ അക്യൂസ്ഡ് എന്തോ പെൻസിൽ വാങ്ങിക്കൊടുത്തു, അതുകൊണ്ട് ആ പർട്ടിക്കുലർ ഒഫൻസ് കൂടെ പോലീസ് ചാർജ് ചെയ്തിരുന്നു. പക്ഷെ കോടതിയിൽ ഈ കുട്ടി മൊഴി നൽകിയ സമയത്ത് ഇക്കാര്യം അങ്ങ് വിട്ടുപോയി, എനിക്ക് ഈ പ്രതി എനിക്ക് പെൻസിൽ വാങ്ങി തന്നു എന്നുള്ള കാര്യം വിട്ടുപോയി. അപ്പം അത് വിട്ടപ്പം വക്കീൽ ഇങ്ങനെ കാത്തിരിക്കുക ആ പഴയ അദ്ദേഹത്തിന്റെ ആ വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ്, പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്, അതായത് 154 സ്റ്റേറ്റ്മെന്റും വെച്ചുകൊണ്ട് കാത്തിരിക്കുക. അപ്പൊ നോക്കിയപ്പോൾ കാണാം ആ 164 സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്, പെൻസിലിന്റെ കാര്യം പറയുന്നുണ്ട്, പക്ഷെ കോടതി വന്ന സമയത്ത് കുട്ടി പെൻസിലിന്റെ കാര്യം പറയുന്നില്ല. അപ്പൊ ഈ അദ്ദേഹം ആദ്യം അണിച്ചിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് പ്രതി പെൻസിൽ വാങ്ങി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കുട്ടിക്ക് ഓർമ്മ വന്നത്, അതെ പെൻസിൽ വാങ്ങി തന്നിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാനിങ്ങനെ നോക്കി, അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇത് 154 സ്റ്റേറ്റ്മെന്റിൽ, അതായത് പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റിലുണ്ട്, പക്ഷെ അത് കുട്ടി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയും ചില സംശയമുണ്ട്. അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ചോദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഒരു കേസില് ഒരു മർഡർ കേസാണ്, ഒരു മർഡർ കേസില് ആ കേസ് നടന്നത് രാത്രി 2 മണിക്കാണ്. രാത്രി 2 മണിക്ക് സംഭവം നടക്കുന്നു. അപ്പം ആ വിറ്റ്നസ് എന്ന് പറയുന്നു, കോടതിയിൽ മൊഴി നൽകുകയാണ്, ഞാൻ കണ്ടു ഈ പ്രതി ആ കൊല ചെയ്യപ്പെട്ട ആളിനെ കുത്തുന്നത് ഞാൻ കണ്ടു എന്ന് സാക്ഷി കോടതിയിൽ മൊഴി നൽകുന്നു. പക്ഷെ സാക്ഷി എങ്ങനെ കണ്ടു, അതായത് എന്ത് വെളിച്ചത്തിലാണ് കണ്ടു എന്ന് സാക്ഷി മൊഴി നൽകിയില്ല. പ്രോസിക്യൂട്ടർ ചോദിക്കാനും വിട്ടു. കാര്യം എന്ന് വെച്ചാൽ ആ സാക്ഷിയുടെ 161 സ്റ്റേറ്റ്മെന്റ്, പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ ആ സംഭവം കണ്ടപ്പോഴുള്ള ലൈറ്റിനെ കുറിച്ച് സാക്ഷി പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പ്രോസിക്യൂട്ടറും അത് വിട്ടുപോയി, ചോദിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഡിഫൻസ് ലോയർ ഈ കേസ് നന്നായിട്ട് പഠിച്ചു. അപ്പൊ അദ്ദേഹം ഈ സാക്ഷിയുടെ മൊഴിയൊക്കെ നന്നായിട്ട് പഠിച്ചു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി രാത്രി 2 മണിക്കാണ് സംഭവം നടന്നിരിക്കുന്നത്. സാക്ഷി ഏത് ലൈറ്റില് അല്ലെങ്കിൽ എങ്ങനെ കണ്ടു എന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കയറി പിടിച്ച് സാക്ഷിയെ പൊളിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പൊ അദ്ദേഹം ക്രോസ് എക്സാമിനേഷൻ ചോദിച്ചു. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അപ്പോൾ നിങ്ങൾ സംഭവം നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്? സാക്ഷി പറഞ്ഞു അതെ. ഒരു റീറ്ററേഷൻ ആണ്, സാക്ഷി ചീഫിൽ പറഞ്ഞു, ക്രോസിൽ ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അപ്പം സംഭവം നടന്നു എന്ന് പറയുന്നത് രാത്രി 2 മണിക്കാണ് അല്ലേ? സാക്ഷി പറഞ്ഞു അതെ. ഇവിടെയും ഒന്നുകൂടെ സാക്ഷി ക്രോസ് എക്സാമിനേഷനിലും ചീഫിൽ പറഞ്ഞ കാര്യം തന്നെ റീറ്ററേറ്റ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രാത്രി ഇരുട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം? സാക്ഷി പറഞ്ഞു അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ അൺനെസസറി ക്വസ്റ്റ്യൻ ആണ്. കാര്യം രാത്രി ഇരുട്ടാണ് എന്ന് ഒരു സാക്ഷിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന സാധനം. പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാല് രാത്രി ഇരുട്ടാണ് എന്ന് സാക്ഷിയോട് ചോദിച്ച സമയത്ത് സാക്ഷിക്ക് കാര്യം മനസ്സിലായി. സാക്ഷി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കുന്നു സാക്ഷി എക്സ്പെക്ട് ചെയ്തു. അതേ ക്വസ്റ്റ്യൻ ആയിരുന്നു, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടു, രാത്രി 2 മണിക്ക് ഇരുട്ടത്ത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടു എന്ന് പറയുന്നത്?
എന്നിട്ട് അദ്ദേഹം എന്തായാലും ഇപ്പം പൊടിക്കാം എന്നുള്ള രീതിയിൽ ഓഡിയൻസിനെയൊക്കെ നോക്കി ഗാലറി കംപ്ലീറ്റ് നോക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക സാക്ഷിയുടെ ആൻസർ കിട്ടാനായിട്ട്. സാക്ഷി പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംഭവം കണ്ടത്. ഉടനെ ഇദ്ദേഹത്തിന്റെ ചോദ്യം, അപ്പൊ നിങ്ങൾ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് സംഭവം കണ്ടതെന്ന കാര്യം നിങ്ങൾ ചീഫ് എക്സാമിനേഷനിൽ പറഞ്ഞില്ലല്ലോ. സാക്ഷി പറഞ്ഞു അതെ, ഇതും അൺനെസസറി ആണ്. കാര്യം വെച്ചാൽ ചീഫ് എക്സാമിനേഷനിൽ പറയാത്ത ഒരു കാര്യമാണ്, സാക്ഷി എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിച്ചു, അപ്രകാരം നിങ്ങൾ ഇത് ചീഫ് എക്സാമിനേഷനിൽ പറയാതിരിക്കാൻ എന്താ കാര്യം? ഇത്രയും വിഡ്ഢിതപരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെ ഇദ്ദേഹം തന്നെ ചോദിച്ചു വരുത്തുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ചീഫ് എക്സാമിനേഷനിൽ ഇക്കാര്യം ലൈറ്റിന്റെ കാര്യം പറയാതിരിക്കാൻ കാരണം? സാക്ഷി പറഞ്ഞു സാറേ അത് വിട്ടുപോയതാണ്. സാക്ഷി അത് ജസ്റ്റിഫൈ ചെയ്തു, ചീഫ് എക്സാമിനേഷൻ പറയുന്നത് വിട്ടുപോയതാണ്. അപ്പൊ അങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ. അപ്പൊ സാക്ഷിയോട് ചോദിച്ചു, ആ വിട്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ കുറവുണ്ടോ? സാക്ഷി ഒന്ന് വരട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോദിച്ചു. അപ്പോഴാ സാക്ഷി പറഞ്ഞു, അല്ല സാറേ, ഞാൻ കോടതിയിൽ ഞാൻ ആദ്യമായിട്ടാണ്, അപ്പൊ കോടതിയിൽ വന്നപ്പോൾ ഞാൻ അത് പേടിച്ചു പോയിട്ടാണ് ഞാൻ അത് വിട്ടുപോയത്. അപ്പൊ സാക്ഷിയുടെ ആ ജസ്റ്റിഫിക്കേഷൻ കുറച്ചുകൂടെ കുറച്ചു. ആട്ടെ, അപ്പം വക്കീൽ ചോദിച്ചു, ആട്ടെ മീൻസ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ, ദാറ്റ് മീൻസ് സാക്ഷി പറഞ്ഞതെല്ലാം വക്കീല് സമ്മതിക്കുകയാണ്. ആട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ കണ്ടു എന്ന് പറയുന്നു, സമ്മതിച്ചു. എത്ര അകലെ നിന്നാണ് നിങ്ങൾ ഇത് കണ്ടത്? സാക്ഷി പറഞ്ഞു സാർ ഞാനത് കുറച്ച് അകലെയാണ് നിന്ന് കണ്ടത്. അപ്പം ഉടനെ ഇദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹത്തിന്റെ എന്താ സൈറ്റിനെ കുറിച്ച് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. ഉടനെ ചോദിച്ചു, നിങ്ങൾക്ക് രാത്രിയിൽ എത്രയാ ദൂരക്കാഴ്ച? സാക്ഷി പറഞ്ഞു സാറേ രാത്രിയിൽ എനിക്ക് എത്ര ദൂരക്കാഴ്ചയുണ്ടെന്ന് അകലം പറയാനായിട്ട് പ്രയാസമാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സാർ, അകലം പറയാനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഞാൻ ചോദിക്കാം, എത്രയാ? 2 മീറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാക്ഷി പറഞ്ഞു സാർ 2 അല്ല, അതിൽ കൂടുതലും കാണാൻ സാധിക്കും. അപ്പൊ 5 മീറ്റർ കാണാൻ സാധിക്കും. സാർ 5 കൂടുതൽ കാണാൻ സാധിക്കും. അല്ല സാർ അത് അല്ലപ്പം ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് 10 മീറ്ററോ? സാർ അത് 10 കൂടുതൽ എനിക്ക് കാണാൻ സാധിക്കും. അപ്പൊ 100 മീറ്ററോ? സാർ എനിക്ക് 100 മീറ്ററും എനിക്ക് അത് അധികം കാണാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ നമ്മളെ അഡ്വക്കേറ്റിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരെ, എനിക്കറിയണം, മാത്രമല്ല കോടതിക്കും അറിയണം നിങ്ങൾക്ക് എത്ര ദൂര കാഴ്ച ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. കോടതിക്ക് അറിയേണ്ട കാര്യമാണ്, മാത്രമല്ല എനിക്കും അത് അറിയണം. നിങ്ങൾക്ക് ദൂരക്കാഴ്ച, അത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ദൂരക്കാഴ്ചയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പോഴാണ് സാക്ഷി ശാന്തനായിട്ട് പറഞ്ഞത്, സാർ ഈ രാത്രിയിൽ എനിക്ക് ആകാശത്തുള്ള നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണാൻ സാധിക്കും. അതിന്റെ ദൂരം സാർ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് പിന്നെ കോടതിയിൽ പറഞ്ഞാൽ മതി, നിന്ന് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകാനായിട്ട് ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് തന്നെ നേരത്തെ വരുന്നു പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അപ്പം അതൊരു സംഭവം ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചില അഡ്വക്കേറ്റ്സ് ഉണ്ട് ഈ ഒമിഷൻ മാർക്ക് ചെയ്യാൻ, ഒമിഷൻ ഞാൻ പിന്നെ പറയാം, ഒമിഷൻ മാർക്ക് ചെയ്യാൻ അറിയാന്നുള്ളവർക്ക് അറിയാം, ഒമിഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞ അഡ്വക്കേറ്റ്സ് വരെ ഉണ്ട്. അടുത്ത കാലത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒമിഷൻ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. പോട്ടെ, അതൊക്കെയാണ് നമുക്ക് സാധാരണഗതിയിൽ ഇതിൽ വരുന്ന കുറെ സംശയങ്ങളും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ്. ഇനി നമുക്കറിയാം ഇപ്പോഴ് ഈ ക്രിമിനൽ കേസിൽ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് എടുക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ കോൺട്രഡിക്ഷൻസ് ആണ്, സാക്ഷിയുടെ കോൺട്രഡിക്ഷൻ. അല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. ആശ്രയം എന്ന് പറയുന്നത് സാക്ഷിയുടെ കോൺട്രഡിക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിമിനൽ കേസ് മുന്നോട്ട് ഡിഫെൻഡ് ചെയ്തത്. ഇതിന് എന്റെ അഭിപ്രായത്തിൽ വലിയ സ്കില്ലിന്റെ ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് LLB പോലും പാസ്സാവേണ്ട ആവശ്യം. വളരെ സിമ്പിൾ ആണ്. അദ്ദേഹത്തിന്റെ ആ പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചേക്കുക, കോടതി വന്ന് അദ്ദേഹം നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ
അത് കോൺട്രഡിക്ഷൻ ആയിട്ട് പോവാം. ഇതിന് നമുക്ക് ഒരു പ്രത്യേകിച്ച് LLB പഠിക്കേണ്ട ആവശ്യമില്ല, വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്, ഒരു ഫോണൊന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, സോറി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പലതരത്തിലുള്ള കോൺട്രഡിക്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ എവിഡൻസ് ആക്ടില് ഒരേ ഒരു കോൺട്രഡിക്ഷനെ കുറിച്ച് മാത്രമേ എവിഡൻസ് ആക്ടിൽ മെൻഷൻ ചെയ്തുള്ളൂ. അതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്, ഈ ഒരു കോൺട്രഡിക്ഷൻ, അതായത് ഫോർമൽ സ്റ്റേറ്റ്മെന്റിലുള്ള കോൺട്രഡിക്ഷൻ. സാക്ഷി, ഫോർമൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ സാക്ഷി കോടതിയിൽ മൊഴി നൽകുന്നതിന് മുന്നേ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു രീതിയിലും കോടതിയിൽ വന്ന് മൊഴി നൽകുന്ന രീതിയിൽ അതിന് വ്യത്യസ്തമായിട്ട് വരുന്ന കോൺട്രഡിക്ഷനെ കുറിച്ച് മാത്രമേ നമ്മുടെ എവിഡൻസ് ആക്ടിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതില് ഞാൻ ആ ഫസ്റ്റ് ഡേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, അതിവിടെ റിലവൻ്റ് ആണ്. അന്നില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അതിൽ ഫാക്ട് ഇങ്ങനെയായിരുന്നു: ഒരു മകൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് പറയുന്നു. കംപ്ലൈന്റിൽ പറഞ്ഞത് അമ്മ എന്നെ തല്ലി. ഈ കംപ്ലൈന്റ് ബേസിൽ കംപ്ലൈന്റ് പോലീസ് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തപ്പോഴും അതിൽ പറഞ്ഞു അമ്മയാണ് എന്നെ തല്ലിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അപ്പൊ FIRലും പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അമ്മയാണ്. പോലീസ് നേരെ ഈ മകനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ച സമയത്തും ഡോക്ടറിനോട് അടിച്ച കാരണം ചോദിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ തല്ലിയതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി മകന് തല്ല് കിട്ടി എന്ന് പറയുന്ന കംപ്ലൈന്റിന് തല്ല് കിട്ടി എന്ന് പറയുന്നത് ശരിയാണ്, ബട്ട് തല്ലിയത് അമ്മയല്ല, അച്ഛനായിരുന്നു തല്ലിയത്. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മനസ്സിലായി അച്ഛനാണ് തല്ലിയെന്ന് മനസ്സിലായിട്ട് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ത് ചെയ്തു, പ്രതിസ്ഥാനത്ത് നിന്ന് അമ്മയെ ഒഴിവാക്കിയിട്ട് അവിടെ അച്ഛനെ ചേർത്തു. അവസാനം ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കുറ്റപത്രം കോടതിയിലേക്ക് നൽകി. കുറ്റപത്രത്തിലും പ്രതിസ്ഥാനത്ത് കാണുന്നത് അച്ഛനാണ്. അപ്പൊ ആ കേസിന്റെ ട്രയൽ നടക്കുകയാണ്. ട്രയൽ നടന്ന സമയത്ത് പ്രോസിക്യൂട്ടർ ചോദിക്കുന്നു, നിങ്ങൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ടോ? അത് തല്ല് കിട്ടിയിട്ടുണ്ടോ, എവിടെയാ തല്ല് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചു. ആരാ തല്ലിയെന്ന് ചോദിച്ചു. അപ്പൊ ആരാ തല്ലിയെന്ന് ചോദിച്ച സമയത്ത് സാക്ഷി പറഞ്ഞു എന്നെ തല്ലിയത് കൂട്ടിൽ നിൽക്കുന്നത് അച്ഛനാണ്, പ്രതിയാണല്ലോ, എന്നെ തല്ലിയത് കൂട്ടിൽ നിൽക്കുന്ന അച്ഛനാണ് എന്നെ തല്ലിയെന്ന് പറഞ്ഞു. ഇതാണ് സാക്ഷിയുടെ മൊഴി. അപ്പൊ ഇവിടെ വ്യത്യസ്തമായിട്ട് വന്നത് സാക്ഷി നൽകിയ FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ തല്ലിയിരിക്കുന്നതെന്ന് പറയുന്നത് അമ്മയാണ്. പോലീസ് എടുത്തിരിക്കുന്ന FIRൽ പ്രതി എന്ന് പറയുന്ന അമ്മയാണ്. ഈ സെയിം സാക്ഷി എന്നെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളതും തല്ലിയത് അമ്മയാണ്. പക്ഷേ കോടതിയിൽ വന്ന് മൊഴി നൽകിയ സമയത്ത് അദ്ദേഹം പറയുന്നു തല്ലിയത് അമ്മയല്ല അച്ഛനാണ്. അപ്പൊ ഞാൻ അന്ന് ചോദിച്ചു ഈ കേസിന്റെ ഫേറ്റ് എന്താവും, കേസ് വെറുതെ വിടണോ, പ്രതിയെ വെറുതെ വിടണോ, അതോ പ്രതിയെ നമുക്ക് കൺവിക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് വന്നിരുന്നു. ഞാൻ ആൻസർ പറഞ്ഞില്ല. തീർച്ചയായിട്ടും ഇന്ന് അതിന്റെ ആൻസർ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ അത് പറയാം. ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് അതിന്റെ ആൻസർ നമുക്ക് പറയാൻ സാധിക്കും എന്നാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലേക്ക് ഇട്ടേക്കാം. അപ്പൊ ഇവിടെ രണ്ട് രീതിയിലാണ്. ഫോർമൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അമ്മ തല്ലി, കോടതിയിൽ നൽകുന്ന ടെസ്റ്റിമോണിയിൽ പറയുന്നു അച്ഛൻ തല്ലി. ഇതാണ് നമുക്ക് ഇനി എടുക്കാനുള്ള എക്സാമ്പിൾ. ഇത് ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രഡിക്ഷനെ സംബന്ധിച്ചിട്ട്
ഞാൻ പറഞ്ഞു ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ഷനെ സംബന്ധിച്ച് മാത്രമേ എവിഡൻസ്, നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻസിനെ സംബന്ധിച്ച് എവിഡൻസ് ആക്ടിൽ സ്ഥലത്തും പറയുന്നില്ല. ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രഡിക്ഷനെ സംബന്ധിച്ചിട്ട് മാത്രമേ എവിഡൻസ് ആക്ടിൽ പറയൂ. അതിന്റെ ആ സെക്ഷൻ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഫോർമൽ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രഡിക്ഷനെ സംബന്ധിച്ചിട്ട് എവിഡൻസ് ആക്ട് പറയുന്ന സെക്ഷൻ 145. 145. ഓക്കെ ഓക്കെ 145 എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറയുന്നു 145 അല്ല വേറെ ഏതെങ്കിലും സെക്ഷൻ ആർക്കെങ്കിലും പറയാൻ? 155(3). 155(3) bracket. 157. 156 അതൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. 156ഉം 157ഉം കൊറോബറേഷൻ സംബന്ധിക്കുന്ന രണ്ട് സെക്ഷൻസ് ആണ്. 145 ഒരു എക്സ്റ്റെന്റ് വരെ ശരിയാണ്. ഏത് എക്സ്റ്റെന്റ് എന്ന് വെച്ചാൽ എങ്ങനെയാ ആ കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാ സാക്ഷിയെ കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള ആ പ്രൊസീജിയർ ആണ് 145 പറയുന്നത്. ആ മാനർ, ഏത് രീതിയിലാണ് ഒരു സാക്ഷിയെ കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കേണ്ടത്, അത് 145 പറയുന്നത്. അപ്പൊ ആ 145 പറയുന്ന രീതിയിലായിരിക്കണം ഒരു സാക്ഷിയെ കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ കോൺട്രഡിക്ഷന്റെ എഫക്റ്റ് അങ്ങനെ വൈരുദ്ധ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, നേരത്തെയുള്ള സ്റ്റേറ്റ്മെന്റിന് വ്യത്യസ്തമായിട്ട് കോടതിയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 155. ഓക്കെ, ഈ 155 എന്ന് പറയുന്ന സെക്ഷനാണ് ഇപ്പൊ ഈ ഒരു കോൺട്രഡിക്ഷനെ സംബന്ധിച്ചാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ഞാനത് പറയുമ്പോൾ പക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളുവാനായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രയാസം കാണും. കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിലങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പേരെങ്കിലും മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വ്യൂ നിങ്ങളുടെ മനസ്സിലേക്കുണ്ട്. അതുമായിട്ട് താരതമ്യപ്പെടുത്തി പോകാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിരിക്കും. ഞാൻ അത് കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുക, അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് മാറുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അതായത് നമ്മുടെ പൊതുവായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത്, പോലീസിന് നൽകിയ മൊഴിക്ക് വിരുദ്ധമായിട്ട് കോടതിയിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ധാരണ. അതായത് പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോടതിയിൽ ഒരു മൊഴി നൽകി കഴിഞ്ഞാൽ ആ നൽകുന്ന എവിഡൻസ്, കോടതി നൽകുന്നത് മൊഴി എന്ന് പറയുന്ന എവിഡൻസ് ആണല്ലോ, ആ എവിഡൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ സാധാരണ നമുക്കുള്ള ഒരു ധാരണ. ഇനി നമുക്കൊരു കോമൺ സെൻസ് തന്നെ എടുത്തു നോക്കാം. ആദ്യം നൽകിയത് പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത് നൽകിയത് കോടതി നൽകിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റ് പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റിന് എതിരായുണ്ട്. കോടതി നൽകുന്ന സ്റ്റേറ്റ്മെന്റ് യാതൊരു വാല്യൂ ഇല്ല, അത് ഡിസ്കാർഡ് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കോമൺ സെൻസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ തള്ളിക്കളയാൻ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റിനാ? കോടതി നൽകുന്ന സ്റ്റേറ്റ്മെന്റ് തള്ളിക്കളയാനാ പറയുന്നത്. ഇത് ആലോചിച്ച് നോക്കൂ, മറ്റത് പോലീസിൽ നൽകുന്ന സ്റ്റേറ്റ്മെന്റാ. കോടതി നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ? സത്യം ചെയ്തിട്ടാ കോടതി നൽകുന്ന സ്റ്റേറ്റ്മെന്റ്. എന്നാലും നമ്മൾ പറയുന്നതിന് കോമൺ സെൻസിൽ അല്ലെങ്കിൽ സാധാരണ ലോജിക്ക് വെച്ച് ഞാൻ പറയാണ്, നിയമം വെച്ചിട്ടല്ല. എന്നാലും നമ്മൾ ആർഗ്യൂ ചെയ്യുന്ന വെച്ചാൽ കോടതി നൽകുന്ന സ്റ്റേറ്റ്മെന്റ് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ആർഗ്യുമെന്റ്. അപ്പോൾ നമ്മുടെ എവിഡൻസ് ആക്ടില് നോക്കാം എന്താ പറയുന്നത്. ശ്രദ്ധിക്കുക, എവിഡൻസ് ആക്ടില് ഒരു സ്ഥലത്ത് പോലും, എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 167 സെക്ഷൻസിലെ ഒരു സ്ഥലത്ത് പോലും ഒരു സാക്ഷിയുടെ എവിഡൻസിനെ, ആ എവിഡൻസിന്റെ, സാക്ഷിയുടെ എവിഡൻസിന്റെ ക്രെഡിറ്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാനോ ആയിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് എവിഡൻസ് ആക്ടിൽ ഒരു സ്ഥലത്തും പറയും.
ഒന്നുകൂടെ പറയാം. സാക്ഷി നൽകിയ മൊഴി, ദാറ്റ് ഈസ് എവിഡൻസ്. സാക്ഷി നൽകുന്നത് ഓറൽ എവിഡൻസ് ആണ്. ആ എവിഡൻസിനെ ഇംപീച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തും നമ്മുടെ എവിഡൻസ് ആക്ടിൽ പറയുന്നില്ല. പൂർണ്ണമായിട്ടും മനസ്സിലായി കാണില്ല. ഒന്നുകൂടെ പറയാം. സാക്ഷിയെ നൽകിയ മൊഴി, ഞാൻ തർപ്പിച്ചു പറയുന്നു, സാക്ഷി നൽകിയ മൊഴി, ദാറ്റ് മീൻസ് എവിഡൻസ്. ആ എവിഡൻസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനെ, ഒരു കാര്യത്തെക്കുറിച്ചും ഒരു സ്ഥലത്തും നമ്മുടെ എവിഡൻസ് ആക്ടിൽ പറയുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ ആ സാക്ഷി നൽകിയ എവിഡൻസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അത് ദാറ്റ് കനോട്ട് ബി ആക്സെപ്റ്റഡ്, അത് സ്വീകരിക്കാൻ പറ്റില്ല. കാര്യം അത് സാക്ഷിയുടെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിന് ജസ്റ്റ് കോൺട്രഡിക്ടറി ആണ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇതാണ് നമ്മൾ കോടതിയിലെല്ലാം നൽകുന്ന വാദം. അത് നമ്മുടെ ഇതിൽ ഞാൻ പറഞ്ഞു ഒരു സെക്ഷനുണ്ട്, സെക്ഷൻ 155 നമ്മൾ ഈ പറയുന്നത്. 155 പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കാണില്ല. 155 ശ്രദ്ധിച്ച് വായിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിഡൻസ് ആക്ടിൽ എന്താ പറയുന്നത് വെച്ചാല് സാക്ഷി മൊഴിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറയുന്നില്ല, പകരം സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. അപ്പം വ്യത്യാസമുണ്ട്. സാക്ഷി മൊഴിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറയുന്നില്ല, സാക്ഷിയുടെ എവിഡൻസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് എവിഡൻസ് ആക്ട് പറയുന്നില്ല. ബട്ട് സാക്ഷിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതും സാക്ഷിയുടെ മൊഴി ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്കറിയാം, തിരിച്ചു വേണമെങ്കിൽ പറയാം, ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത സാക്ഷിയുടെ മൊഴി സ്വാഭാവികമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സാക്ഷിയുടെ മൊഴിയും സ്വാഭാവികമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ എവിഡൻസ് ആക്ട് പറയുന്നത്, സെക്ഷൻ 155. ഇപ്പം സെക്ഷൻ 155 ആരെങ്കിലും എവിഡൻസ് ആക്ട് കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ആ സെക്ഷൻ 155 ഒന്ന് എടുക്കാമോ? ശ്രദ്ധിച്ചു നോക്കാം. ദ ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ്, impeaching credit of witness. Okay, the credit of a witness. തുടക്കം തന്നെ ഇങ്ങനെയാണ്. The credit of a witness, not his testimony, not his evidence, not his statement. The credit of a witness, ഒരു സാക്ഷിയുടെ ക്രെഡിറ്റ്, may be impeached in the following ways: by the adverse party or with the consent of the court by the party who caused it. അത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇത് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്, ദ ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ് മേ ബി ഇംപീച്ച്. ഒരു സാക്ഷിയുടെ ക്രെഡിറ്റിനെ നമുക്ക് ഇംപീച്ച് ചെയ്യാൻ സാധിക്കും താഴെ പറയുന്ന 3 കാര്യങ്ങൾ. ഇത് നമ്മുടെ ഫസ്റ്റ് കാര്യം തന്നെ നമുക്ക് വായിക്കുമ്പോൾ അത് ക്ലിയർ ആവും. അവിടെ സാക്ഷിയുടെ മൊഴിയാണോ ഇംപീച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സാക്ഷിയുടെ ക്രെഡിറ്റിനെയാണോ നമ്മൾ ഇംപീച്ച് ചെയ്യുന്നത്? ഫസ്റ്റ് എന്താ നോക്കുക. ഒന്നാമത്തെ 3 മാർഗങ്ങളുണ്ട്. 3-ൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ ബൈ ദ എവിഡൻസ് ഓഫ് ദ പേഴ്സൺ, ബൈ ദ എവിഡൻസ് ഓഫ് ദ പേഴ്സൺ who testify that they from their knowledge of the witness believe him to be unworthy of credit. By the evidence of a person who testify that they from their knowledge of that witness believe him to be unworthy of credit. അതായത് ഒരു സാക്ഷി വന്ന് പറയുന്നു, കോടതിയിൽ ടെസ്റ്റിഫൈ ചെയ്യുക, സാക്ഷി മൊഴി നൽകിയ, എന്താണ്? ഫ്രം ദെയർ നോളജ്, അവിടെ അറിവിൽ വെച്ചിടത്തോളം ആ സാക്ഷി അവരുടെ അറിവിൽ വെച്ചിടത്തോളം ആ സാക്ഷിയെ വിശ്വസിക്കാൻ പോകില്ല. അപ്പൊ ഒരു കാരണവശാലും ആ സാക്ഷിക്ക് വന്ന ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സാക്ഷി ഉണ്ടായിരിക്കണം. ആ സാക്ഷിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അയാൾ കോടതി നൽകിയ തെളിവെല്ലാം കളവാന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇത്ര മാത്രം പറയാൻ പറ്റും, എന്റെ അറിവിൽ വെച്ചിടത്തോളം ആ പെർട്ടിക്കുലർ പേഴ്സണെ, ആ സാക്ഷിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒന്നുകൂടെ പറയാം, ആ സാക്ഷി നൽകിയ തെളിവ് കളവാന്ന് പറയാനുള്ള അധികാരം ഈ നമ്മൾ കൊണ്ടുവരുന്ന, അയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ കൊണ്ടുവരുന്ന സാക്ഷിക്കില്ല. ബട്ട് അയാൾക്ക് ഒരു കാര്യം മാത്രം പറയാം, എന്റെ അറിവിൽ വെച്ചിടത്തോളം
ആ സാക്ഷിയെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതാണ് ഒന്നാമത്തെ രീതി. പക്ഷെ ഇത് നമ്മൾ ഒരു സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മളാരും ഇതുവരെ ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പകരം ഒരു സാക്ഷിയെ കൊണ്ടുവന്നിട്ട് ആ സാക്ഷി നുണയനാണ് അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാന്നുള്ളൊരു സംഭവം ഇതുവരെ ആരും കോടതിയിൽ കൊണ്ടുവന്നതായിട്ട് എനിക്ക് എൻ്റെ അറിവില്ല. രണ്ടാമത്തെ ഒരു മെത്തേഡ് പറയുന്നു, അതല്ലെങ്കിൽ പറയുന്നു ബൈ പ്രൂഫ് ദാറ്റ് ദ വിറ്റ്നസ് ഹാസ് ബീൻ ബ്രൈബ്ഡ് or has accepted the offer of bribe or has received any other corrupt inducement to give his evidence. By proof, തെളിയിച്ചാ മതി, കോടതി തെളിവ് നൽകിയാൽ മതി. എന്ത് തെളിവ്? that the witness has been bribed. ആ സാക്ഷി എന്തെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, കള്ളം പറയാനായിട്ട്, കോടതിയിൽ നിന്ന് കള്ളം പറയാനായിട്ട് കൈക്കൂലിയോ എന്തെങ്കിലും വാങ്ങിച്ചു. or has accepted the offer of bribe. കൈക്കൂലി വാങ്ങാം എന്ന് മറ്റേയാൾ ഓഫർ ചെയ്തത് ഇയാള് വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, ഓൾറെഡി വാങ്ങിയിട്ടില്ല, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. or has received any other corrupt inducement to give his evidence. അല്ലെങ്കിൽ എവിഡൻസ് നൽകാനായിട്ട് വേറെ ഏതെങ്കിലും തെറ്റായിട്ടുള്ള ഒരു ഇൻഡ്യൂസ്മെന്റ് അയാളിലേക്ക് ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ അത് തെളിയിച്ചാലും നമുക്ക് എന്ത് പറയാം? ആ സാക്ഷിയുടെ ക്രെഡിറ്റിന് നമുക്ക് ഇംപീച്ച് ചെയ്യാൻ സാധിക്കും. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇത് ചിലപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ മറ്റേ കൈക്കൂലി വാങ്ങിയിട്ടാണ് അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഇന്ന കാര്യം കൈപ്പറ്റിയതിനു ശേഷമാണ് നിങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് പറയുന്നത്. നമ്മൾ ചില സമയത്ത് നമ്മൾ ഇത് ഇൻവോക്ക് ചെയ്യാറുണ്ട്. ഈ മൂന്നാമത്തെ മെത്തേഡ് വരുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം, നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് നോക്കാം. ബൈ പ്രൂഫ് ഓഫ് ഫോർമർ സ്റ്റേറ്റ്മെന്റ്സ് inconsistent with any part of his evidence which is liable to be contradicted. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്രിമിനൽ കേസിലും നമ്മുടെ ഡിഫൻസ് ലോയേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ആ സാക്ഷി പക്ഷെ നമ്മൾ അതിന്റെ എഫക്റ്റ് വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ നോക്കാം. ബൈ പ്രൂഫ് ഓഫ് ഫോർമർ സ്റ്റേറ്റ്മെന്റ്സ് inconsistent with any part of his evidence which is liable to be contradicted. വളരെ ക്ലിയർ ആണ്. അയാളുടെ ഏതെങ്കിലും ഫോർമൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് ഈ കോടതിയിൽ മൊഴി നൽകുന്നതിന് ജസ്റ്റ് മുന്നേ ഉള്ള ഏത് സ്റ്റേറ്റ്മെന്റിനും നമുക്ക് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉൾപ്പെടുത്താം. കോടതിയിൽ അദ്ദേഹം സാക്ഷി മൊഴി നൽകുന്നതിന് തൊട്ട് മുന്നേ അദ്ദേഹത്തിന്റെ ഏത് സ്റ്റേറ്റ്മെന്റും ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതാണ് ഫോർമൽ സ്റ്റേറ്റ്മെന്റ്. അത് എങ്ങനെയുള്ളതാണ്? വിച്ച് ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് എനി പാർട്ട് ഓഫ് ഹിസ് എവിഡൻസ്. അയാൾ കോടതിയിൽ നൽകിയ എവിഡൻസുമായിട്ട് നോക്കുമ്പോൾ ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റിലെ ഇൻകൺസിസ്റ്റൻസി വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ മൂന്ന് രീതിയിലാണ് ഒരു സാക്ഷിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് എവിഡൻസ് അയക്കുക. അല്ലാതെ സാക്ഷിയുടെ മൊഴിയെ കുറിച്ചിട്ട് അവിടെ ഒരു സ്ഥലത്തും പറയുന്നില്ല. അപ്പൊ ഈ മൂന്നാമത്തതാണ് ഞാൻ പറഞ്ഞ പ്രകാരം നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് കാര്യത്തിൽ ആദ്യത്തില് നമ്മൾ ആദ്യം പറഞ്ഞു 3 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഒരു സാക്ഷിയുടെ ക്രെഡിറ്റിന് നമ്മൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒരു സാക്ഷിനെ കൊണ്ടുവരണം. ഒരു സാക്ഷിനെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് കൂട്ടിക്കയറിയിട്ട് ആ സാക്ഷിയെ കൊണ്ട് പറയിപ്പിക്കണം. എന്ത് പറയിപ്പിക്കണം? എന്റെ അറിവിൽ ഈ സാക്ഷി എന്ന് പറയുന്ന ആള് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. അപ്പൊ ഒരു ടെസ്റ്റ് മണി അവിടെ ആവശ്യമാണ്. അപ്പൊ രണ്ടാമത്തെ കേസിലും മൂന്നാമത്തെ കേസിലും ടെസ്റ്റ് മണി വേണ്ട, ഒരു സാക്ഷി വേണ്ട. പകരം അവിടെ വേണ്ടത് പ്രൂഫാണ്. ഏത് രീതിയിലുള്ള പ്രൂഫ് എന്ന് പറയുന്നില്ല, കോടതിയിലെ പ്രൂഫാണ് അവിടെ വേണ്ട. അവിടെ ഒരു പകരം ടെസ്റ്റ് മണിയുടെ ആവശ്യമൊന്നുമില്ല. ഒന്നുകിൽ സാക്ഷിയെ കൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്, അയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് ആ സാക്ഷിയെ സംബന്ധിച്ചാൽ അവിടെ പ്രൂഫായി. മൂന്നാമത്തെ കേസിലും പ്രൂഫാ വേണ്ടത്. ആ പ്രൂഫിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് സാധാരണ ഇതില് കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, ചിലപ്പം ചില കേസിൽ ഒരു സോൾട്ടറി ഒരു സാക്ഷി മാത്രമേ കാണൂ, ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഒരു സാക്ഷി മാത്രമേ കാണൂ. അപ്പൊ ഈ സാക്ഷിയുടെ മൊഴിയെ വിശ്വസിക്കണോ അവിശ്വസിക്കണോ എന്നാണ് ആ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്ന ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. നമ്മുടെ കൊറോബറേഷൻ ഉണ്ട്. കൊറോബറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെ കൊറോബറേറ്റ് ചെയ്യുന്നത് സാക്ഷിയുടെ ടെസ്റ്റിമണിയാണ് കൊറോബറേറ്റ് ചെയ്യുന്നത്. സാക്ഷിയുടെ ടെസ്റ്റ് ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സാക്ഷിയുടെ ടെസ്റ്റിമണിയാണ് കൊറോബറേറ്റ് ചെയ്യുന്നത്. അപ്പം കോടതിക്ക് എന്ത് ചെയ്യാം? ഒരു സാക്ഷിയെ കൊണ്ടുവന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യാം.
ഈ സാക്ഷിയുടെ ടെസ്റ്റിമണിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് 156 പ്രകാരമോ അത് 157 പറയുന്ന പ്രകാരമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യാം സാക്ഷിയുടെ ടെസ്റ്റിമണി കൊറോബറേറ്റ്. നെക്സ്റ്റ് കോടതി അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ ഈ സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സംഭവം. വളരെ സിമ്പിൾ ആണ്. ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സാക്ഷിയുടെ മൊഴിയല്ല, സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതിന് വേറൊന്നുമല്ല, നമ്മൾ ഈ പറയുന്ന 155 പറയുന്ന ഈ 3 കാര്യങ്ങളിൽ ഏതോ ഒന്നോ ഒന്നിലധികമോ കാര്യം ഉണ്ടോ എന്ന് നോക്കാം. സാധാരണ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ കേസിലും ഈ മൂന്നാമത് പറയുന്ന എന്താണ് ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതായിരിക്കും ഉള്ളത്. ഇനിയിപ്പോ അതിലേക്ക് നോക്കാം, അതെങ്ങനെയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ഈ സെക്ഷൻ 155 ഇൻവോക്ക് ചെയ്യുന്നെങ്കിൽ 2 കണ്ടീഷൻസ് വേണം. ഒന്നെന്ന് പറയുന്നത് ബൈ ദ അഡ്വേഴ്സ് പാർട്ടി, തുടക്കത്തിൽ പറയുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിന് മാത്രമേ അങ്ങനെ ഈ 3 രീതിയിൽ സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സാക്ഷിയുടെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏതെങ്കിലും പാർട്ടി വിളിച്ചു കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ആ പാർട്ടിയുടെ സ്വന്തം സാക്ഷിയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് only by the consent of the court. കോടതിയുടെ കൺസെന്റ് വാങ്ങിയിട്ടായിരിക്കണം ഇത് ഈ രീതിയിൽ സാക്ഷിയുടെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കും. ഇതാണ് അത് പറയുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, ഇനി ചില ജഡ്ജ്മെന്റിൽ കാണാറുണ്ട്, കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് എവിഡൻസ് ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അവസാനം പറയും ഇൻകൺസിസ്റ്റന്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാ? ഒന്ന് 161 പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഒന്ന് കോടതി നൽകിയ മൊഴി. അപ്പൊ എവിഡൻസ് ഇങ്ങനെ അനലൈസ് ചെയ്ത് ബാക്കിയുള്ള എവിഡൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ചില ഇതിൽ പറയുന്നുണ്ട് സാക്ഷി 161 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിരിക്കാം ശരി, കോടതിയിൽ പറഞ്ഞത് കളവായിരിക്കാം. ഒരിക്കലും അത് പാടില്ല. 161 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും അഡ്മിസിബിൾ അല്ല. നമുക്ക് നോക്കാം, അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. 161 സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറച്ച് പറഞ്ഞിരുന്നു, അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. യെസ്, ഇത് ഞാൻ പറഞ്ഞു സാക്ഷിയുടെ മൊഴിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതല്ല, സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഒരാളിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഓ അവൻ പറയുന്നത് ഒരിക്കൽ പറയുന്നതായിരിക്കില്ല അവൻ മറ്റൊരിക്കൽ പറയുന്നത്, അതുകൊണ്ട് അവൻ പറയുന്നതെന്ന് വിശ്വസിക്കില്ല. നമ്മളെപ്പോഴും പറയുന്ന, നമ്മുടെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു സെന്റൻസ് ആണ്. എന്താണ്? ഒരിക്കൽ പറയുന്നതല്ല അവൻ പറയുന്നത്, അതുകൊണ്ട് അവനെ വിശ്വസിക്കില്ല. ഇതാണ് അതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. മാറ്റി മാറ്റി പറയുന്ന ഒരു വ്യക്തിനെ വിശ്വസിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്ന വ്യക്തിയാണെങ്കിൽ അവനെ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് കോടതിയിൽ തെളിയിക്കേണ്ടതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവനെ വിശ്വസിക്കാൻ പാടില്ല. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ആ സാക്ഷിനെ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ ആ സാക്ഷിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അവൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവൻ പറയുന്നത് നമ്മൾ തെളിയിക്കണം. അവൻ മാറ്റി മാറ്റി പറയുന്ന സ്വഭാവം, ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് പലപ്പോഴും മാറ്റി മാറ്റി പറയുന്ന സ്വഭാവത്തിലുള്ളവനാണെന്ന് തെളിയിച്ചാൽ കോടതിക്ക് അങ്ങനെ ഒരു ഇൻഫറൻസ് എടുക്കാം. എന്തൊരു ഇൻഫറൻസാ? അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ആ സാക്ഷിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇതാണ് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസമുണ്ട്. കാര്യം നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് മെറ്റീരിയൽ കോൺട്രഡിക്ഷനും ഇമ്മെറ്റീരിയൽ കോൺട്രഡിക്ഷനും. അപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വെച്ചാൽ ഒരു കോൺട്രഡിക്ഷൻ മെറ്റീരിയൽ ആണെങ്കിൽ, അത് ആ കോൺട്രഡിക്ഷൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചുള്ള കോൺട്രഡിക്ഷൻ ആണെങ്കിൽ അയാളെ എവിഡൻസ് തള്ളിക്കളയണം. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ കേസിൽ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. എന്താ പറഞ്ഞത്? പോലീസിന് നൽകിയത് അമ്മ എന്ന് പറയുന്നു, കോടതി വന്ന് പറയുന്നു അച്ഛൻ ആണ് തല്ലിയത്. ഇത് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ആരാ തല്ലിയത്, ആരാ പ്രതി എന്നുള്ള വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന മെറ്റീരിയൽ കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ കോൺട്രഡിക്ഷൻ ആണെങ്കിൽ അയാളുടെ എവിഡൻസിനെ ഡിസ്കാർഡ് ചെയ്യണം.
അതായത് ഈ എക്സാമ്പിൾ ആണെങ്കിൽ അച്ഛൻ ആണ് തല്ലിയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല, കാര്യം മെറ്റീരിയൽ കോൺട്രഡിക്ഷൻ. പിന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇമ്മെറ്റീരിയൽ മാറ്റേഴ്സിനെ സംബന്ധിക്കുന്ന കോൺട്രഡിക്ഷൻ ആണെങ്കിൽ അത്രയ്ക്ക് പ്രാധാന്യമൊന്നും ഇല്ലാത്ത കാര്യത്തെ സംബന്ധിച്ചാണ് സാക്ഷിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. ഇതാണ് നമ്മൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സംഭവം. ഇത് ശരിയാണോ എന്ന് നോക്കാം. വേറൊന്നുമില്ല, കോമൺ സെൻസ് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞത്, ഒരു സാക്ഷി മെറ്റീരിയൽ 100 കാര്യങ്ങൾ പറയുന്നു. ഫോർ എക്സാമ്പിൾ പറയാം, ഒന്ന് പെരുപ്പിച്ച് ഞാൻ പറയാണ്. ഒരു സാക്ഷി 100 കാര്യങ്ങൾ പറയുന്നു. അതില് 99 കാര്യങ്ങളും നേരത്തെ നൽകിയ സ്റ്റേറ്റ്മെന്റിന് അനുസരിച്ചിട്ടാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഡിഫറെന്റ് ആണ്, ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പറയും. അപ്പൊ ആ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞ കാര്യം മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ നമ്മുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ സാക്ഷി അമ്മ തല്ലി അച്ഛൻ തല്ലി എന്ന് പറയുന്ന ആ കോൺഫ്ലിക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നേരത്തെ നൽകിയ സ്റ്റേറ്റ്മെന്റിലും കോടതി നൽകുന്ന സ്റ്റേറ്റ്മെന്റിലും യാതൊരു വ്യത്യാസവും. ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി വന്നത്. ആ ഒരു കാര്യം കൊണ്ട് നമുക്കൊരു സാക്ഷിനെ, ആ സാക്ഷി വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ നുണയൻ, കള്ളൻ, കള്ളൻ മീൻസ് തീഫ് എന്നുള്ള അർത്ഥമല്ല, അയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനെ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ഒരു കാര്യത്തില് മാത്രമേ വ്യത്യാസമുള്ളൂ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി 99 കാര്യത്തിലും ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് അയാള് നുണയനാണ്, അയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്ന് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും. തിരിച്ച് നമുക്കെടുക്കാം, അയാള് 100 കാര്യങ്ങൾ തന്നെയാണ്. ഈ 100 കാര്യങ്ങളില് 99 കാര്യങ്ങളും ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള 99 കാര്യങ്ങളെ കുറിച്ചിട്ടും ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. ബട്ട് ഒരു കാര്യം, അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം, അവിടെ ഇൻകൺസിസ്റ്റൻസി ഇല്ല. അത് നേരത്തെ നൽകിയ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് തന്നെയാണ് കോടതിയിൽ മൊഴി നൽകുന്നത്. അപ്പൊ മെറ്റീരിയൽ കാര്യത്തിനെ സംബന്ധിച്ച്, അതായത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽ 99 കാര്യങ്ങളിലും അയാൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, ബട്ട് അത് മെറ്റീരിയൽ കാര്യമായി അത് മാറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് എടുക്കാം എന്ന് പറയുന്നതിലുള്ള ലോജിക് ഒന്ന് ചിന്തിച്ചു. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതായത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അയാളുടെ ആ കാര്യത്തെ സംബന്ധിക്കുന്ന എവിഡൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി ഇമ്മെറ്റീരിയൽ കാര്യമാണെങ്കിൽ നമുക്ക് അത് ഇഗ്നോർ ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഒരു സാക്ഷിനെ നമ്മൾ അവിശ്വസിക്കുന്നത് അങ്ങനെയാണോ? ആണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. വേറൊന്നുമില്ല. ഇതാണ് നമ്മുടെ സെക്ഷൻ 155 പറയുന്ന കാര്യം. അപ്പൊ നമുക്ക് തോന്നാം ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞെന്നുള്ളൂ, 99 കാര്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവർ. ചിലപ്പം ഒരു 5 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 60% 40% റേഷ്യോയിലൊക്കെ നമുക്ക് ഈ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ആനുപാതികത്തിൽ വന്നാലാണ് ഒരു സാക്ഷിയെ നമുക്ക് അങ്ങനെ ബ്രാൻഡ് ചെയ്യാം, വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും? അയാൾ 60% കാര്യങ്ങളിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു, ബാക്കി 40% കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കുമോ? അതോ 60ക്ക് പോകണോ, മുകളിലേക്ക് പോകണോ? ഇതൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്ന ചോദ്യം. അതിനെക്കുറിച്ച് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ ആൻസർ ഇത്ര മാത്രമേ ഉള്ളൂ, അത് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കോർട്ട്. കോടതിയെ ബോധ്യപ്പെടുത്തുക, ഈ അയാൾ നൽകുന്ന ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കാണിച്ചുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തുക ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്.
ഒരാളിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. അയാൾ പറയുന്ന കാര്യങ്ങൾ കോടതിക്ക് വേണമെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പ്രകാരം സ്റ്റേറ്റ്മെന്റ് ഇത് മെറ്റീരിയൽ ആസ്പെക്ട് വളരെ സിമ്പിൾ ആണ്. അക്കറിയാവുന്നെങ്കിൽ വളരെ സിമ്പിൾ. ഈ പറയുന്ന നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന രീതിയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം കോടതി ഒരു കേസിൽ ഒരു സാക്ഷിയുടെ മൊഴി എടുക്കുന്നു. അപ്പൊ കോടതി ആദ്യം സെലക്ട് ചെയ്യാം എന്തൊക്കെയാണ്, എത്ര കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതായത് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് കോടതി നൽകിയ എവിഡൻസ് തമ്മിൽ കോൺട്രഡിക്ടറി ആയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ, ഇത് മെറ്റീരിയൽ കാര്യമാണ്, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് സംബന്ധിച്ചുള്ള കോൺട്രഡിക്ഷൻ. ഓക്കെ, ആ എവിഡൻസ് കനോട്ട് ബി അക്സെപ്റ്റഡ്. അടുത്ത നോക്കി, ഇവിടെയും കോൺട്രഡിക്ഷനെ കുറിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ടിനെ കുറിച്ചാണ്. ദാറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ്. കാര്യം ഇമ്മെറ്റീരിയൽ അത് നമുക്ക് കുഴപ്പമില്ല, അയാളുടെ എവിഡൻസ് ഒക്കെ നമുക്ക് സ്വീകരിക്കാം. വളരെ സിമ്പിൾ ആണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പലപ്പോഴും നമ്മൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, എന്താ, ആ പീസ് ഓഫ് എവിഡൻസ് cannot be accepted. കാര്യം എന്താ? ദാറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് അല്ലെങ്കിൽ കോൺട്രഡിക്ടറി വിത്ത് ഹിസ് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റ്. ആ ഒരു ആർഗ്യുമെന്റ് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെക്ഷൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക, അത്ര മാത്രമേ. ഓക്കെ, ഇതാണ് 155. 155 എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തില് മനസ്സിലാവാതെയോ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഏതാ? അല്ല, ഹാൻഡ് റൈസ് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഓക്കെ. യെസ്, ശ്രീ അഡ്വക്കേറ്റ് M.R. അജിത് കുമാർ. സർ, ഗുഡ് ഈവനിങ് സർ. സർ, ഒരു ഡൗട്ട് ഉള്ളത്, ഈ ഒരു സാക്ഷിയെ കൊണ്ട് നമ്മൾ അയാളെ നോൺ ക്രെഡിബിൾ അല്ല എന്നുള്ളത് തെളിയിക്കേണ്ടി വരുമ്പോ ആ വ്യക്തിയെ നമ്മൾ ഏത് രീതിയിലാണ് അയാളെ നമ്മൾ കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നത്? മുമ്പത്തെ അനുഭവം വെച്ചിട്ടാണോ അതോ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇൻസിഡന്റിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രം പറഞ്ഞാൽ മതിയോ എന്നൊരു സംശയം. ഇല്ല, നമുക്ക് ഞാൻ പറഞ്ഞേ ഈ 3 രീതിയില് 155 പറയുന്ന 3 രീതിയിൽ മാത്രമേ നമുക്ക് അയാളെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. വേറൊരു മാർഗമൊന്നുമില്ല. സാക്ഷിയെ പിന്നെ ക്രെഡിബിൾ അല്ല എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്, അത് മറ്റൊരു സാക്ഷിയെ കൊണ്ടുവന്നിട്ട് അവിടെ അതൊന്ന് ക്ലാരിഫൈ ചെയ്തു. അതെ, മറ്റൊരു സാക്ഷി വന്ന് പറയുന്നു. അതിന്റെ സെക്ഷൻ ഈസ് സോ ക്ലിയർ. എന്താ പറയുന്നത്? മറ്റൊരു സാക്ഷി എന്ന് പറയുന്നു, എന്റെ അറിവിൽ വെച്ചിടത്തോളം ഈ സാക്ഷിയെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. അത്രമാത്രം പറഞ്ഞാൽ അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണ്ടേ? അത് പറയാം, അത് റീസൺ ചോദിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് സാക്ഷിക്ക് അത്രമാത്രമേ പറയാൻ സാധിക്കൂ. അല്ലാതെ ആ സാക്ഷി കോടതിയിൽ പറഞ്ഞതൊക്കെ തെളിവെല്ലാം കളവാന്ന് പറയാൻ പറ്റും. ഈ സാക്ഷിയെ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ നുണയനാന്ന് ഒരു സാക്ഷിയെ കൊണ്ട് പറയാം. അതിനുള്ള റീസൺ പറയണം. വെറുതെ കയറിയിട്ട് ആ സാക്ഷി അവിശ്വസിക്കാൻ കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ സാധിക്കും? ആ സാക്ഷി കോടതിക്ക് ക്രെഡിബിൾ ആക്കണ്ടേ? അപ്പൊ അതെങ്ങനെയെന്നാ ഞാൻ ചോദിച്ചത്. ഈ വന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന അവിടെ അതാ പ്രശ്നം. അവിടെ നല്ലൊരു പ്രശ്നം. അവിടെ ആ സാക്ഷിയെ, അങ്ങനെ ഒരു സാക്ഷി വന്നു കഴിഞ്ഞാൽ ആ സാക്ഷിയുടെ എവിഡൻസിനെ നമുക്ക് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോറി, അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ എവിഡൻസ് കൊണ്ടുവരാൻ പറ്റില്ല. ബട്ട് ഒരു കാര്യം ചെയ്യാം, ആ സാക്ഷിക്ക് വേണമെങ്കിൽ ആ സാക്ഷിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കാൻ മാത്രമേ. അത് വേറെ സെക്ഷനിൽ പറയുന്നുണ്ട്, അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നില്ല, സമയം പോകുന്നതുകൊണ്ട്. അത്രേ ഉള്ളൂ. ആ സാക്ഷി അങ്ങനെ പറഞ്ഞത് കളവാണെങ്കിൽ ആ സാക്ഷിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കാം. അല്ലാതെ ആ സാക്ഷി പറഞ്ഞത് തിരുത്തി പറയാനായിട്ട് വേറെ നമുക്കൊരു ആ സാക്ഷിനെ കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്, മാനിപ്പുലേറ്റ് ചെയ്താണ് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുന്ന. പക്ഷേ ഈ വക്കീലിന്റെ ഒരു ബുദ്ധിയിലൂടെ ഒരാളെ കൊണ്ടുവന്നിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് തെളിയിക്കപ്പെടേണ്ടത് അല്ല. ക്രോസ് എക്സാമിനേഷനിൽ തെളിയിക്കാമല്ലോ, അയാൾ പറയുന്നത് കളവാന്ന് തെളിയിക്കാമല്ലോ.
അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് പെർജുറിറ്റി കേസ് എടുക്കാം. അത്രേ ഉള്ളൂ. അത് വേറെ സെക്ഷൻ. ആ സാക്ഷിക്ക് ഗ്രേഡ് ഒന്നുമില്ലല്ലോ സാർ, അയാൾ ഇന്ന രീതിയിലായിരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അങ്ങനെയൊന്നുമില്ല. കോടതിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സാക്ഷിയാണെങ്കിൽ അഫ്കോഴ്സ് കോടതി, അതൊക്കെ ഡിപ്പെൻസ്. അത്രേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മെത്തേഡിലേക്ക് പോകാം. മെത്തേഡാണ് നമുക്ക് എപ്പോഴും മിസ്റ്റേക്ക് വരും. ഈ 155 ഒന്നുകൂടി ഒന്ന് വിശദമാക്കണം. പിന്നെ ഇംപീച്ച്മെന്റ് വെറാസിറ്റി, അയാളുടെ പ്രശ്നത്തിൽ ഇംപീച്ച് ചെയ്യുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, കൊറാബറേറ്റ് ചെയ്യേണ്ട എവിഡൻസ് ഒക്കെ എന്തൊക്കെയാണ്? റൈറ്റിംഗ്സ് ആവാമോ, സിഗ്നേച്ചർ ആവാമോ? അത് 155 ഏതൊരു ബന്ധമില്ല, മനസ്സിലായില്ല. അല്ല, ഇംപീച്ച്മെന്റ് ഓഫ് ഇംപീച്ച്മെന്റ് ഫോർ ദ ക്രെഡിറ്റ് ഓഫ് വിറ്റ്നസ്. അതാണ് അതിൽ 3 കാര്യങ്ങൾ പറയുന്നു. മൂന്നാമത്തെ കാര്യമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതെ, കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ഇംപീച്ച്. കോണ്ടാക്ട് ക്യാരക്ടർ അല്ല, അവിടെ അയാളുടെ ക്യാരക്ടർ വിറ്റ്നസ് അല്ല, അത് വേറെ സെക്ഷനിൽ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നില്ല, അത് നമുക്ക് പോവാം. ക്യാരക്ടറിനെ സംബന്ധിക്കുന്നതല്ല ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സാക്ഷിയുടെ മൊഴിയെ സംബന്ധിച്ചിട്ട് മൊഴിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് എവിഡൻസ് ആക്ടിൽ പറയുന്നില്ല. പകരം സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് എവിഡൻസ് ആക്ടിൽ പറയുന്നത്. അതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 145 പോവാം. 155 തേർഡ് ഒന്നുകൂടെ പറയണം. തേർഡ് ശരിക്കും തേർഡ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. സാക്ഷിയെ നമുക്ക് 3 രീതിയിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാന്ന് 155 പറയുന്നു. ഒന്ന്, വേറൊരു സാക്ഷിയെ കൊണ്ടുവന്ന് ടെസ്റ്റിഫൈ ചെയ്യിപ്പിക്കാം, ആ സാക്ഷിയെ കൊണ്ട് പറയിപ്പിക്കാം. അവനെ പച്ച മലയാളത്തിൽ പറയുന്നെങ്കിൽ അവൻ നുണയനാന്ന് പറയിപ്പിക്കാം, അവനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്ന് പറയിപ്പിക്കാം. അതാണ് ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് അവൻ ബ്രൈബ്, കൈക്കൂലി വാങ്ങിയിട്ടാണ് സാക്ഷി പറഞ്ഞത് എന്ന് നമുക്ക് തെളിയിക്കാം. അവൻ കൈക്കൂലി വാങ്ങിയിട്ടാണ് സാക്ഷി പറഞ്ഞത് എന്ന് നമുക്ക് തെളിയിക്കാം. അപ്പോഴും അവന്റെ ക്രെഡിറ്റിനെ നമുക്ക് ഇംപീച്ച് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, അവൻ നേരത്തെ നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റിന് ഘടകവിരുദ്ധമായിട്ടാണ് കോടതിയിൽ മൊഴി നൽകുന്നത്. ഓക്കെ, അവൻ നേരത്തെ നൽകിയ ഒരു ഫോർമൽ സ്റ്റേറ്റ്മെന്റ്, അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിയിലും ഇൻകൺസിസ്റ്റൻസി, ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നൽകുന്നു. അപ്പൊ ഇങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നൽകുന്ന എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് അവന്റെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. കാര്യം വെച്ചാൽ നമ്മുടെ മനസ്സിൽ പലതും ധരിച്ചു വെച്ചിട്ടുണ്ട്. സാക്ഷിയുടെ മൊഴി പോകുന്നുള്ള ഒരു ധാരണയാണ് നമുക്കുള്ളത്. സാക്ഷിയുടെ മൊഴിയല്ല, മൊഴി പോകും. സപ്പോസ് അവനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, ഒരു നുണയൻ പറയുന്നതായിരിക്കും വിശ്വസിക്കുക. ഒരു നുണയൻ, എപ്പോഴും നുണ പറയുന്നവൻ, അവനെ നുണയൻ എന്നാണ് അറിയപ്പെടുന്നത്. അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എഫർട്ട് എന്ന് പറയുന്നത് അവൻ നുണയനാണ് എന്ന് തെളിയിക്കുക. അവൻ നുണയനാന്ന് തെളിയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ നൽകുന്ന എവിഡൻസും കളവാന്ന് കോടതി എടുത്തോളൂ. അത്രേ ഉള്ളൂ അതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. അല്ലാതെ ഡയറക്ട്ലി അവന്റെ എവിഡൻസിലേക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവന്റെ എവിഡൻസിലേക്ക് ഡയറക്ട്ലി പോകുന്നില്ല. അവനെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നു, നുണയൻ, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് ബ്രാൻഡ് ചെയ്യുന്നു. അങ്ങനെ അവന്റെ എവിഡൻസിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് എവിഡൻസ് ആക്ട് പറയുന്നത്. അല്ലാതെ എവിഡൻസിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊന്നും പറയുന്നില്ല. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആ സംഭവം. ഓക്കെ, ഹലോ സാർ, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ NDPS ആക്ടിലെ കേസിലൊക്കെ ചില സമയത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ ചിലപ്പോൾ വിസ്തരിക്കാറുണ്ട്. അതായത് ഈ കഞ്ചാവൊക്കെ തൂക്കിയ കിലോഗ്രാംസ് തെറ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണല്ലോ സീൽ ചെയ്യുന്നത്.
അപ്പൊ അവരെ കൊണ്ടുവന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങ് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല. ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ അങ്ങനെ ഒന്നും തെളിയിക്കാനും പറ്റില്ല. പക്ഷെ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ആദ്യം തൂക്കി മെൻഷൻ ചെയ്യുമ്പോൾ ഒരു 5-10 ഡോക്യുമെന്റിൽ തെറ്റ് വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു സേബോട്ട് 150 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 0.1550 മില്ലിഗ്രാം ആക്കിയിട്ടുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ല ഞാൻ അന്ന് കണ്ടത് തെറ്റിപ്പോയി, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 150 ഗ്രാംസ് ആണ്, മില്ലിഗ്രാംസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ളത്? മാത്രമല്ല 10 ഉണ്ട് താനും അതേപോലെ 0.15 ഗ്രാം അല്ലെ 0.15 ഗ്രാം. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് ഇപ്പോഴീ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഒരു സാക്ഷിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ആ സാക്ഷിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാം. ഒരു സാക്ഷി കള്ളം പറയുന്നവനാണ് എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് ധാരാളം വേറെ മാർഗങ്ങളുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ അതാരും ഇൻവോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെയും പരാതി. നമ്മളിപ്പം മജിസ്ട്രേറ്റ് ആയാലും മജിസ്ട്രേറ്റ് ആയാലും അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് വേണമെന്നില്ല. ഒരുപാട് രീതിയിൽ നമുക്ക് ഒരാളുടെ എന്ത് ചെയ്യാൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും, ഒരുപാട് രീതിയിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് ബൈ മീൻസ് ഓഫ് മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ ഡെലിബറേറ്റ് ചെയ്തതാണോ എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിന് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നതിന് എന്താ പറയാ, താങ്കൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് കൊടുക്കണമെന്ന് എവിടെയാ പറയുന്നത്? മജിസ്ട്രേറ്റ് പറയുന്നില്ല. ഇല്ല മജിസ്ട്രേറ്റിന് മിസ്റ്റേക്ക് സംഭവിക്കാറില്ല. മനുഷ്യനല്ലേ, അയാൾക്ക് തെറ്റ് സംഭവിക്കാം. അത് അത്രേ ഉള്ളൂ. അത് തെറ്റാണെന്ന് നമ്മൾ ആ കോടതിയിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കോടതി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അദ്ദേഹം മജിസ്ട്രേറ്റ് ആണോ, അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് പോകും. അതാണല്ലോ, നമുക്കത് മതിയല്ലോ. നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വക്കീലിനെ അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനേ പറ്റത്തില്ല. അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് പോവുകയും ചെയ്യും. അത് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ അവിടെ മറ്റൊരു മജിസ്ട്രേറ്റ് പ്രൊഫഷണൽ ഡ്യൂട്ടിയുടെ ഭാഗത്തായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പറ്റില്ല. അതിന് വേറെ ഒരു ആക്ട് ഉണ്ട്. ആക്ട് പ്രകാരം ഈസ് പ്രൊട്ടക്റ്റഡ്. അത്രേ ഉള്ളൂ. ഞാൻ അതിലേക്ക് പോകണ്ട. ഞാൻ ഈ ജസ്റ്റ് ഇതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മെത്തേഡ്. 145 പറയുന്ന മെത്തേഡ് നമ്മുടെ മനസ്സിലേക്ക് കാണുക. പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ അമ്മ എന്ന് പറയുന്നുണ്ട്, കോടതി നൽകുന്ന സ്റ്റേറ്റ്മെന്റിൽ അച്ഛനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ നമ്മള് ആ സാക്ഷിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് അമ്മ, മറ്റൊന്ന് അച്ഛൻ. അച്ഛനെന്ന് എവിടെയാ പറഞ്ഞത്? കോടതിയിൽ. അപ്പൊ അച്ഛനാന്ന് പറഞ്ഞത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം കോടതിയിലാണ് പറഞ്ഞത്, ഓൾറെഡി കോടതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അച്ഛനാണെന്ന്. ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അയാളുടെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്, ആദ്യം നൽകിയ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫോർമൽ സ്റ്റേറ്റ്മെന്റിൽ അമ്മയാന്ന് പറഞ്ഞതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ മെയിൻലി നമുക്ക് ഇതില് 145 പ്രകാരം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ആദ്യം ഫോർമൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് നോക്കാം. സാധാരണഗതിയിൽ ഈ ക്രിമിനൽ കേസസിൽ 3 ടൈപ്പ് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ് കാണാറുണ്ട്. അല്ല, 3 ടൈപ്പില് സാധാരണഗതിയിൽ 3 ടൈപ്പ് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് കാണാറുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഇൻഫോർമെന്റ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് 154 CRPC പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആരായാലും ശരി തന്നെയാണ്. ഈ ഫസ്റ്റ് ഇൻഫോർമെന്റ് ആയാലും വേറെ ആര് നൽകുന്ന സ്റ്റേറ്റ്മെന്റും 161 പെർവീൽ വരും. അത് 161 സ്റ്റേറ്റ്മെന്റ് രണ്ടെണ്ണമായി. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ് റീസെന്റ് ഇപ്പം നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സാക്ഷിനെ കൊണ്ടുപോയി ഏതെങ്കിലും മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി എന്നിട്ട് ഈ മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന മൊഴി, അത് നമുക്കറിയാം 164 CRPC അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സാധാരണ ഇതിൽ ക്രിമിനൽ കേസിൽ 3 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോർമലി കാണാൻ സാധിക്കും. ഒന്ന് 154 സ്റ്റേറ്റ്മെന്റ്, 161 സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ 164 മജിസ്ട്രേറ്റ് നൽകുന്ന മൊഴിയാണെങ്കിൽ 164 സ്റ്റേറ്റ്മെന്റ്. ഇതാണ് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്. ഒരു കോടതിയിൽ ഞാൻ മജിസ്ട്രേറ്റ് ആയിട്ട് ചെന്ന സമയത്ത്
അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കേസ് ഒരു കേസ് വാദം പറയാൻ പറഞ്ഞു. അപ്പം അവിടുത്തെ ആ കേസ് ഫസ്റ്റ് കേസിൽ വാദം പറയാണ്, ഒരു കയ്യില് പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റ്, വക്കീലിന്റെ ഒരു കയ്യില് പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റ്, ഒരു കയ്യില് കോടതി നൽകിയ ഡിപ്പോസിഷന്റെ കോപ്പി. എന്നിട്ട് ഇദ്ദേഹം വാദം പറയാ, കോടതിയിൽ നൽകിയ മൊഴി ഇപ്രകാരമാണ്, അപ്പുറത്ത് നോക്കിയിട്ട് പറയുന്നത് പോലീസ്, രണ്ടും വായിച്ചേൽപ്പിക്കുക, പോലീസിൽ നൽകിയ മൊഴി ഇപ്രകാരമാണ്, കോൺട്രഡിക്ടറി ആണ്, ഇങ്ങനെ അങ്ങ് വാദം പറയും, വേറെ ഒന്നും പറയും. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കേസും, അതും ഹിയറിങ്ങിനായിരുന്നു. ആ കേസ് വിളിച്ചപ്പോഴും അദ്ദേഹവും രണ്ടാമത്തെ കേസിലെ ലോയറും നോക്കിയപ്പോൾ രണ്ട് കയ്യിലും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു. ഒന്ന് പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റ്, മറു കയ്യില് കോടതി നൽകിയ ഡിപ്പോസിഷൻ, കോടതി നൽകിയ സാക്ഷിമൊഴി. ഇത് വെച്ചിട്ട് പറയുന്നു രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് ഇൻകൺസിസ്റ്റൻസി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ ഇതാണ് മെത്തേഡ്. എന്താ, കോടതി നൽകിയ മൊഴിയിലുള്ള ഇൻകൺസിസ്റ്റൻസി, നേരത്തെ നൽകിയ സ്റ്റേറ്റ്മെന്റിലെ ഇൻകൺസിസ്റ്റൻസി തമ്മിലങ്ങ് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുക. ഇതായിരിക്കും ആ കോടതിയിൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു, വേറൊന്നും ചോദിച്ചില്ല, 145 കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവരെന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കി, 145 എന്താ കംപ്ലൈന്റ് എന്ന് ചോദിച്ചു. ഓക്കെ, അതങ്ങ് പോട്ടെ. ഇതാണ് എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. നമുക്ക് 145യുടെ പ്രത്യേകത എന്ന് പറയുന്ന 145 കംപ്ലൈ ചെയ്തില്ലെങ്കിൽ, സാധാരണ ഇത് കറക്റ്റ് ആയിട്ട് ആരും കംപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണാറില്ല, റെയർലി വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂ. ഇത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും സെക്ഷൻ 155(3) ഇൻവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ട് 145 പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ കംപ്ലൈ ചെയ്തേ പറ്റും, ഇല്ലെങ്കിൽ യാതൊരു ഗുണവുമില്ല. 145 വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് വായിച്ചു നോക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടുണ്ടെങ്കിലും വലുതായിട്ടൊന്നുമില്ല. വളരെ രണ്ടേ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ, കംപ്ലൈ ചെയ്യേണ്ട രണ്ടേ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ 145 പറയുന്നത്. ജസ്റ്റ് എവിഡൻസ് ആക്ട് ഉണ്ടെങ്കിൽ സെക്ഷൻ 145 ഒന്ന് എടുത്തേക്കാം. 145 ഓക്കെ, ഞാനൊന്ന് വായിച്ചിട്ട് ഞാനത് പറഞ്ഞുതരാം. A witness may be cross-examined. A witness may be cross-examined as to previous statements made by him in writing or reduced into writing and relevant to matters in question, without such writing being shown to him or being proved. But if it is intended to contradict him by the writing, his attention must, before the writing can be proved, be called to those parts of it which are to be used for the purpose of contradicting him. ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അതിൽ രണ്ട് ലിമ്പുണ്ട്. ഫസ്റ്റ് ലിമ്പിനെ കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും പറയുന്നില്ല. അതായത് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് നമുക്ക് ക്രോസ് എക്സാമിനേഷൻ എന്ത് വേണമെങ്കിലും ചോദിക്കാന്നേ പറയുന്നുള്ളൂ. ഫസ്റ്റ് പാർട്ട് അത്രയേ ഉള്ളൂ. എ വിറ്റ്നസ് മേ ബി ക്രോസ് എക്സാമിൻഡ് ആസ് ടു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ബൈ ഹിം ഇൻ റൈറ്റിംഗ്. അതെങ്ങനെയുള്ളതായിരിക്കും, ഇവിടെയാണ് വ്യത്യാസം. കൊറോബറേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് 157 പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ടൈം വെൻ ദ fact took place or before any other legally competent to investigate the fact. അവിടെ പറയുന്നത് വെച്ചാല് need not be in writing, റിട്ടൺ ആയിട്ടുള്ളതല്ല, നമുക്ക് ഓറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് കൊറോബറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ അത് റൈറ്റിംഗിലുള്ള അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഇൻ ടു റൈറ്റിംഗ്, അയാൾ സ്വയം എഴുതിയതോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞു കൊടുത്ത് വേറെ ആരെങ്കിലും എഴുതിയ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കൂ. അത് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിട്ടൺ ആയിരിക്കണം, അത്ര മാത്രമേ പറയൂ. ഈ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് റിട്ടൺ ആയിട്ടുള്ള പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് വെച്ച് മാത്രമേ കോൺട്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. relevant to matters in question without such അതിലൊക്കെ കാര്യമുണ്ട്. relevant to matters in question without such writing being shown to him or being proved. പോട്ടെ. But ഇനിയാണ് നോക്കേണ്ടത്, if it is intended to contradict him, അയാളുടെ കോൺട്രഡിക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ by the writing, that means ആ previous writing former statement ഉണ്ട്, his attention must, before the writing can be proved, be called to those parts of it which are to be used for the purpose of contradicting him.
അവിടെയാണ് ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ആ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പറയുന്നതേ ഉള്ളൂ. ഹിസ് അറ്റൻഷൻ മസ്റ്റ് ബിഫോർ ദ റൈറ്റിംഗ് ക്യാൻ ബി പ്രൂവ്ഡ്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഫോർമൽ റൈറ്റിംഗ് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഹിസ് അറ്റൻഷൻ മസ്റ്റ് be called to those parts of it which are to be used for the purpose of contradicting him. അവനെ കോൺട്രഡിക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റിൽ അവന്റെ അറ്റൻഷൻ ഡ്രോ ചെയ്യണം. ദാറ്റ് മീൻസ് അവന്റെ ശ്രദ്ധ ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിലേക്ക് അവന്റെ ശ്രദ്ധ കൊണ്ടുവരണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ പ്ലെയിൻ മീനിങ് വായിക്കുകയാണെങ്കിൽ അവനൊന്ന് ജസ്റ്റ് എന്താ പറയാ, ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് അവന്റെ ശ്രദ്ധയിലേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നാൽ മതി. ഇതാണ് നിങ്ങളുടെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചത്, അതാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അല്ല, ഡെഫിനറ്റ്ലി അല്ല. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷനിൽ അത് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അറ്റൻഷൻ ഒന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഷോ ഹിം ദ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെയാണ് ചെറിയ കൺഫ്യൂഷൻ ഉള്ളത്. അവന്റെ അറ്റൻഷൻ കൊടുക്കുക എന്ന് വെച്ചാല് അവന്റെ അടുത്ത് ചോദിക്കണം, ഇങ്ങനെ ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ചോദിക്കും. ഇനി അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ അറ്റൻഷൻ മസ്റ്റ് ബി കോൾ, അവന്റെ അറ്റൻഷൻ ചോദിക്കണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവന്റെ കൂടെ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കണം. ഇങ്ങനെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മുന്നേ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴിക്ക് വിരുദ്ധമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മുന്നേ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? ഇതാണ് ഈ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിസ് അറ്റൻഷൻ മസ്റ്റ് ബി കോൾഡ് ടു ദോസ് പാർട്സ് ഓഫ് വിച്ച് ആർ ടു ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോൺട്രഡിക്റ്റിംഗ് ഹിം. അവനെ കോൺട്രഡിക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിൽ അവന്റെ അറ്റൻഷൻ ഡ്രോ ചെയ്യാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അങ്ങനെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിൽ കോൺട്രഡിക്റ്ററി ആയിട്ട് കാണുന്നു, അതിനെ കുറിച്ചിട്ട് അവന്റെ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ നമ്മൾ പ്ലെയിൻ ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എക്സ്പ്ലനേഷൻ ചോദിക്കുന്നതാണ് ഈ അറ്റൻഷൻ ഡ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ചോദിച്ചു, അവനൊരു ചാൻസ് കൊടുത്തേക്കണം. ചാൻസ് എന്ന് കൊടുക്കുക എന്ന് പറയുന്നത് വേറൊരു ചടങ്ങല്ല, മസ്റ്റ് ആയിട്ട് ചാൻസ് കൊടുത്തേക്കണം. അപ്പൊ നമ്മള് ക്രോസ് എക്സാമിനേഷൻ ചോദിക്കണം, നിങ്ങൾ പോലീസിന് നൽകിയ സമയത്ത് ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിക്കും. അപ്പൊ ചില ബുക്സിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. ചില ബുക്സിൽ വായിച്ചിട്ടുണ്ട്, അപ്രകാരം ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കുകയാണെങ്കിൽ there ends the matter എന്ന് ചില ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാം, there ends the matter. അവൻ സമ്മതിച്ചു കഴിഞ്ഞു, പിന്നെ വേറെ ഒന്നുമില്ല. കോൺട്രഡിക്ഷൻ പ്രൂവ്ഡ് എന്നാ പറയുന്നത്. എന്റെ ഒപ്പീനിയൻ ആണ്, അത് അവിടെ കംപ്ലീറ്റ് ആയില്ല. കാര്യം ഇവിടുത്തെ ഏറ്റവും 145 ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള സംഭവമാണ് ഹിസ് അറ്റൻഷൻ മസ്റ്റ് ബി കോൾഡ്. ദാറ്റ് മീൻസ് അയാളുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കണം. അവൻ സമ്മതിച്ചു, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളുടെ തല്ലിയത് അച്ഛനാണെന്ന്. ഓക്കെ, അത് ചോദിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഓൾറെഡി പ്രൂവ്ഡ് ആണ്. നിങ്ങൾ പോലീസിന് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് ചോദിക്കാം, പോട്ടെ. അപ്രകാരം പോലീസിന് സ്റ്റേറ്റ്മെന്റ് നൽകിയ സമയത്ത് നിങ്ങളെ തല്ലിയത് അമ്മയാണ് എന്ന് നിങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അവനെ ഡിനൈ ചെയ്യാം, അവന് സമ്മതിക്കാം. രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ ഡിനൈ ചെയ്യാം, അവന് സമ്മതിക്കാം. അവൻ ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യണം. എന്ത് പ്രൂവ് ചെയ്യണം? അപ്രകാരം സ്റ്റേറ്റ്മെന്റ് കൊടുത്തതായിട്ട് പ്രൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ. സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പ്രൂഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാറ്റർ അവസാനിക്കും. ബട്ട് 145 കംപ്ലൈ ചെയ്തു എന്ന് ചോദിച്ചാൽ കംപ്ലൈ ചെയ്യും. 145 കംപ്ലൈ ചെയ്തെങ്കിൽ അതിന് അവനോട് ചോദിക്കണം, എക്സ്പ്ലനേഷൻ ചോദിക്കണം. അപ്രകാരം നിങ്ങൾ പോലീസിന് മൊഴി നൽകിയ സമയത്ത് നിങ്ങളെ തല്ലിയത് അമ്മയാണെന്ന് പറയാൻ എന്താണ് കാരണം? കാരണം കേട്ടാലേ കോടതിക്ക് അങ്ങനെ അവൻ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു എന്ന് കോടതിക്ക് തീരുമാനിക്കാൻ പറ്റും. വെറുതെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പല കാരണങ്ങൾ കാണാം. ചിലപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ കേസിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നമുക്ക് കാരണം ഉണ്ടോ ഇല്ലെന്ന് നോക്കാം.
ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള തക്കതായിട്ടുള്ള കാരണമാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ്. മാറ്റി പറയാനായിട്ട് തക്കതായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നുവെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവനോട് കാരണം ചോദിച്ചിരിക്കണം. അപ്രകാരം കാരണം ചോദിച്ചില്ലെങ്കിൽ 145 കംപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും ഈ കാരണം ചോദിക്കുന്നത് വിട്ടു പോകാറുണ്ട്. മസ്റ്റായിട്ട് കാരണം ചോദിക്കും. നമ്മുടെ ശ്രദ്ധ എന്ന് വെച്ചാൽ ഈ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയെങ്കിലും മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നും. മാർക്ക് ചെയ്തത് കോടതി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. മാർക്ക് ചെയ്തില്ല എന്ന് വെച്ചിട്ട് അത് പോകുന്നൊന്നുമില്ല. പല സ്ഥലത്ത് പല പറയുന്നുണ്ട്, പോട്ടെ, അതൊന്നും പറയുന്നില്ല. മാർക്ക് ചെയ്യുന്നതിൽ എന്റെ അഭിപ്രായത്തിൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യം കോടതിക്ക് പിന്നെ സൗകര്യമായിരിക്കും. പിന്നെ ആ പോലീസ് ഓഫീസറിന് ചോദിക്കുന്ന സമയത്ത് വീണ്ടും ഡിപ്പോസിഷനിൽ അതേപോലെ എഴുതേണ്ട ആവശ്യമില്ല. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സിബിറ്റ് D1 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ D1 പ്രകാരം സാക്ഷി മൊഴി തന്നു പോലീസ് ഓഫീസിനെ വിസ്തരിക്കുന്ന സമയത്ത് കോടതിക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. പിന്നെ ജഡ്ജ്മെന്റിലും പറയാം, നമുക്ക് എക്സിബിറ്റ് D1 നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. അത്ര മാത്രമേ ഉള്ളൂ മാർക്കിന്റെ പ്രത്യേകത. അല്ലാതെ മാർക്ക് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും സംഭവിക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആ അദ്ദേഹത്തിന്റെ അറ്റൻഷൻ ഡ്രോ ചെയ്തില്ല, ദാറ്റ് മീൻസ് അയാൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ 145 കംപ്ലൈൻസ് ഇല്ല. ഇതാണ് നമുക്ക് ശ്രദ്ധിക്കുന്നത്. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് സപ്പോസ് അവൻ ഡിനേ ചെയ്തു, ഞാൻ അപ്രകാരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡൻ നമുക്കാണ്. അപ്രകാരം അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു തെളിയിക്കേണ്ട, ബിക്കോസ് അത് ദാറ്റ് വാസ് മെയ്ഡ് ബിഫോർ ദ കോർട്ട്. കോടതിയുടെ മുന്നിൽ കൊടുത്തതാണ്, കോടതി റെക്കോർഡ് ചെയ്യുന്നത്, അത് തെളിയിക്കേണ്ട ആവശ്യം. പക്ഷെ അതവൻ ആദ്യം ഇതിന് വിരുദ്ധമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു നമ്മൾ തെളിയിച്ചേ പറ്റും. അപ്പം ഇവിടെയാണ് സാധാരണ സംഭവം വരുന്നത്. ഞാൻ പറഞ്ഞ 3 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് 154, ഓക്കെ, 2 161, മൂന്നാമത്തത് 164 മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇവിടെ 154 ആണെങ്കിൽ പോലീസ് ഓഫീസ്, നമ്മള് കോടതിയുടെ സമയം ഒരുപാട് കളയുന്നുണ്ട്. പോലീസ് ഓഫീസർ വരുന്ന സമയത്ത് ഇവൻ നൽകിയ വിരുദ്ധമായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം പോലീസ് ഓഫീസറിന്റെ അടുത്ത് ചോദിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജെന്യൂൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഡൗട്ടാണ്. ഞാൻ ഒന്നിനും എതിരായിട്ട് പറയുന്നില്ല, എൻ്റെ ഒരു ഡൗട്ടാണ്. അത് പോലീസ് ഓഫീസർ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഓൾറെഡി അവൻ തന്നെ പറയുന്നുണ്ട്, അവനെ കൊണ്ട് തന്നെ ആ 154 സ്റ്റേറ്റ്മെന്റ് പ്രോസിക്യൂട്ടർ മാർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവൻ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു, ഞാൻ ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിന് കൊടുത്തതായിട്ട് ഓൾറെഡി സമ്മതിച്ച് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഓൾറെഡി പ്രൂവ്ഡ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. 154 കാണുന്ന സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. ഇനി പോലീസ് ഓഫീസർ വരുമ്പോൾ വീണ്ടും ചോദിക്കണമെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഒന്നുമില്ല. പക്ഷെ 161 ആണെങ്കിൽ പ്രൂവ്ഡ് അല്ല. കാര്യം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. 162ന്റെ ഹിറ്റ് ഉള്ളത് ഞാൻ പറഞ്ഞതാണ്, അതൊരിക്കലും മാർക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 161 സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും 161 ഇപ്രകാരം പറഞ്ഞു എന്നുള്ള കാര്യം പ്രൂവ് ചെയ്തേ പറ്റും. അന്നേരം ആ 161 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന പോലീസ് ഓഫീസർ വരുന്ന സമയത്ത് അത് ചോദിച്ചിട്ട് സാക്ഷി ഇപ്രകാരം പറഞ്ഞതായിട്ട് പോലീസ് ഓഫീസർ പറയണം. ഒരു കുഴപ്പമില്ല, പോലീസ് ഓഫീസർ പറഞ്ഞിരിക്കും, കാര്യം റെക്കോർഡിക്കില്ല, അതുള്ള കാര്യം. ഇപ്രകാരം സാക്ഷി പറഞ്ഞിട്ടില്ലേ, പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അതുപോലെയാണ് 164 മജിസ്ട്രേറ്റ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ്. അതും മജിസ്ട്രേറ്റ് നൽകുന്ന സ്റ്റേറ്റ്മെന്റും സാധാരണ ഇതിൽ പ്രോസിക്യൂട്ടർ മാർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ മൊഴി മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ആ മൊഴിയാണ് ഈ മൊഴി എന്ന് കാണിച്ചിട്ട് പ്രോസിക്യൂട്ടേഴ്സ് അത് മാർക്ക് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അതില് ഇനി രണ്ടാമത് മജിസ്ട്രേറ്റിനെ വിളിച്ചിട്ട് ഇപ്രകാരം സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒപ്പീനിയനാണ് വേണ്ട. കാര്യം ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അവിടെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ്ഡ് ആയിരിക്കണം. അത് എങ്ങനെ പ്രൂവ്ഡ് ആകുന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും 145 പറയുന്നു. ഓക്കെ, ഇനി ഈ ചിലപ്പോ നമുക്ക് കാണാറുണ്ട് ഒരു കേസില്
ആ സാക്ഷി, ഒരു സാക്ഷി വേറൊരു കേസിൽ നൽകിയ ഡിപ്പോസിഷന്റെ സർട്ടിഫൈഡ് കോപ്പിയാണ്. ഡിപ്പോസിഷൻ നമുക്ക് കൈ കിട്ടില്ലല്ലോ. ഡിപ്പോസിഷന്റെ സർട്ടിഫൈഡ് കോപ്പി കൊണ്ടുവന്ന് ഹാജരാക്കാറുണ്ട്. അപ്രകാരം ഹാജരാക്കിയിട്ട് മാർക്ക് ചെയ്യാനും പറയുന്നതുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് മേ ബി മാർക്ക് എന്ന് പറയാറ്. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഇതേ സാക്ഷി വേറൊരു കേസിൽ നൽകിയ സാക്ഷി മൊഴിയുടെ സർട്ടിഫൈഡ് കോപ്പിയാണെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ ഉദ്ദേശം ഈ സർട്ടിഫൈഡ് കോപ്പി കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുന്ന ഉദ്ദേശം പറയുന്നത് ഈ സാക്ഷി ആ മൊഴിയില് ഈ കോടതിയിൽ പറയുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയിക്കാം. അത് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്. വേറെ കേസിൽ നൽകിയത് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം. അപ്രകാരമുള്ള ഒരു ഫോർമൽ സ്റ്റേറ്റ്മെന്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൊഴിയാണ് നൽകിയത്. അതുകൊണ്ട് ഈ സാക്ഷിയുടെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാനായിട്ടായിരിക്കാം കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു കോർട്ടിന്റെ ഡിപ്പോസിഷന്റെ സർട്ടിഫൈഡ് കോപ്പിയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ 145 പറയുന്ന പ്രൊസീജിയർ, അതായത് ഹിസ് അറ്റൻഷൻ, അത് ചോദിക്കണോ വേണ്ടി? ചോദിക്കണം. അതായാൽ പോലും 145 പ്രകാരം നിങ്ങൾ ആ കോടതിയിൽ ഇന്ന കേസിന് മൊഴി നൽകിയ സമയത്ത് ഇപ്രകാരം നിങ്ങൾ മൊഴി നൽകിയതായിട്ട് കാണുന്നു. ഇവിടെ മൊഴി നൽകിയപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് വേറെ രീതിയിൽ മൊഴി നൽകിയതായിട്ട് കാണുന്നത് പറഞ്ഞ് വായിച്ചു കേൾപ്പിക്കാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും അത് ചോദിച്ചേ പറ്റും. അതുപോലെ തന്നെയാണ് ചിലപ്പം ഒരു കേസ് തന്നെ നമുക്ക് ഡിനോവോ ട്രയൽ നടത്താം. ആദ്യം ഒരു ട്രയൽ നടത്തിയിട്ട് വീണ്ടും അത് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രയൽ നടത്താം. അപ്പം അവിടെയും വരാം ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്. ഇത് ഫസ്റ്റ് ട്രയലിൽ നടത്തിയ ഒരു ഡിപ്പോസിഷൻ, ആ സാക്ഷി നൽകിയ ഡിപ്പോസിഷൻ, അതിന് വിരുദ്ധമായിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാം, കോടതിയിൽ നൽകുന്ന മൊഴി പറയുക. രണ്ടാമത്തെ ഡിനോവോ ട്രയലില് മൊഴി നൽകുക. അവിടെയും ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 145 കംപ്ലൈ ചെയ്തേ പറ്റും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇനി ഈ വേറൊരു സംശയം ഉള്ളതെന്ന് വെച്ചാല് നമുക്ക് ക്രിമിനൽ കേസില് സാധാരണ കാണുന്ന ക്രിമിനൽ കേസിലെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പോലീസിന് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് നൽകുന്ന, നേരത്തെ പറഞ്ഞ പ്രകാരം 164 പ്രകാരം മജിസ്ട്രേറ്റ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതല്ലാതെ വേറെ ഇയാളൊരു സ്റ്റേറ്റ്മെന്റ് വേറൊരു സ്ഥലത്തേക്ക് നൽകിയിട്ടുണ്ട്, വേറെ എവിടെ ആയിക്കോട്ടെ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഒരു ക്രിമിനൽ കേസിൽ കൊണ്ടുവന്നിട്ട് ആ സാക്ഷിനെ കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതോ പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഡൗട്ട്. തീർച്ചയായിട്ടും ഏത് കേസായാലും, സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും ശരി തന്നെയാണ്, ഒരു സാക്ഷിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉപയോഗിക്കാം. അത് പോലീസിന് നൽകിയതായാലും പോലീസിന് നൽകാത്തതായാലും വേറെ എവിടെ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആയാലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മള് സെക്ഷൻ 162 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 162 കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം ഇത്രയാണ്: നോ സ്റ്റേറ്റ്മെന്റ് ഓർ റെക്കോർഡ് ദെയർ ഓഫ് given to a police officer in the course of investigation can be used for any purpose. പോലീസ് ഓഫീസർക്ക് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു പർപ്പസിനെ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് 162 നമ്മൾ കണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പോലീസ് ഓഫീസറിന് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എനി റെക്കോർഡ് ദെയർ ഓഫ് ഒരു പർപ്പസിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് 162 പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ 155 പ്രകാരം ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു പ്രതിയുടെ റൈറ്റ് കർട്ടൈൽ ചെയ്തിട്ടുണ്ട് അല്ലെ? കാര്യം പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാം, എനി പർപ്പസ്, ദാറ്റ് മീൻസ് നോ പർപ്പസ് എന്നാ പറയുന്നത്. ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കാണാം കോൺട്രിബ്യൂഷനും പറ്റില്ല. അതുകൊണ്ടാണ് സെക്ഷൻ 162 CRPCയുടെ 162ന്റെ ഒരു പ്രൊവൈസോ ഉൾപ്പെടുത്തിയിട്ട് അതിനെ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് അവിടെ ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് വെച്ച് മാത്രമേ നമുക്ക് ഈ പോലീസിന് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ 162 ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തേക്കാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് രണ്ട്
ഫസ്റ്റ് പാർട്ട് നമ്മൾ ഒരിക്കലും ഫസ്റ്റ് പാർട്ട് എപ്പോഴും കോൺട്രഡിക്ഷന് വേണ്ടി മാത്രം വായിക്കുക. അതിന്റെ കൂടെ സെക്കൻഡ് പാർട്ട് വായിച്ചു കളയില്. സെക്കൻഡ് പാർട്ടും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുക. ഇവിടെ നമ്മൾ നോക്കുന്നത് കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് മാത്രം, ആ പ്രൊവൈസോ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊവൈസോ എന്താ പറയുന്നത്? പ്രൊവൈഡഡ് ദാറ്റ് when any witness is called for the prosecution in such inquiry or trial whose statement has been reduced into writing as aforesaid, any part of his statement, if duly proved, may be used by the accused and with the permission of the court by the prosecution to contradict such witness in the manner as provided by section 145 of the Indian Evidence Act. And when any part of such statement is so used, any part thereof may also be used in the re-examination for the purpose only of explaining any matter referred to in the cross-examination. ഇത് ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞാൻ സമയമുള്ളതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്ന് വായിച്ചു നോക്കാം, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് വെച്ചാൽ ഓൺലി റൈറ്റ് ഓഫ് ദ അക്യൂസ്ഡ്, പ്രതിക്ക് മാത്രമേ ഇങ്ങനെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്, ഏത് സ്റ്റേറ്റ്മെന്റ്, സച്ച് സ്റ്റേറ്റ്മെന്റ് ആസ് അഫോർസെഡ്. ആസ് അഫോർസെഡ് മീൻസ് നേരത്തെ പാരഗ്രാഫിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അത് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ചാപ്റ്റർ 12 ഏതൊക്കെ സെക്ഷൻ 154 തൊട്ട് 176 വരെ വരുന്ന സെക്ഷൻ പ്രകാരം പോലീസിന് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഇതില്. അപ്പൊ അപ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റിന് വെച്ചിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അക്യൂസ്ഡിന് മാത്രമാണ് റൈറ്റ്. പിന്നെ പറയുന്നുണ്ട് പ്രോസിക്യൂഷന് റൈറ്റ് ഉണ്ട്. എന്ത് എപ്പോഴാ? ബട്ട് ഓൺലി വിത്ത് പെർമിഷൻ. കോടതിയുടെ പെർമിഷൻ ചോദിച്ചിട്ട് അപ്രകാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ച് സാക്ഷിയെ കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാധിക്കും. ഇതാണ് ആ പ്രൊവൈസയിൽ ആദ്യം പറയുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചോദിക്കാം. സപ്പോസ് ആ സാക്ഷിയെ പ്രോസിക്യൂഷൻ വിസ്തരിക്കുന്നില്ല. പ്രോസിക്യൂഷന് വേണമെങ്കിൽ ലിബർട്ടി ഉണ്ട്, ഏത് സാക്ഷി വേണമെങ്കിൽ പ്രോസിക്യൂട്ടർക്ക് ഗീവ് ചെയ്യാനായിട്ടുള്ള ലിബർട്ടി ഉണ്ട്. ഒരു സാക്ഷി വിസ്തരിക്കുന്നു. അപ്പൊ ആ സാക്ഷിനെ വേണമെങ്കിൽ പ്രോസിക്യൂട്ടർ ഗീവ് ചെയ്യുന്ന സാക്ഷിനെ വേണമെങ്കിൽ ഡിഫൻസിന് സാക്ഷിയായിട്ട്, ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് വിസ്തരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സാക്ഷിയെ ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് വിസ്തരിക്കും. അപ്പൊ ആ സാക്ഷിയോട് ഇപ്രകാരം പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ ഈ സെക്ഷന്റെ കോൺസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊവൈസ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പറ്റില്ല. കാരണം എന്ന് പറയുന്നത് ഒന്നുകൂടെ വായിക്കാം. പ്രൊവൈഡ് ദാറ്റ് വെൻ എനി വിറ്റ്നസ് ഈസ് കോൾഡ് ഫോർ പ്രോസിക്യൂഷൻ, ഏത് സാക്ഷിയെ മാത്രമേ കോൺട്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? പ്രോസിക്യൂഷൻ വിളിക്കുന്ന സാക്ഷിയെ മാത്രമേ കോൺട്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഏത് വെച്ചിട്ട്? ആ സാക്ഷി പോലീസിന് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്. ഡിഫൻസ് വിറ്റ്നസിന് ഈ പോലീസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കോൺട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ബട്ട് ഒരു കാര്യം ഓർക്കുക, പോലീസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലാതെ വേറെ പ്രീവിയസ് ആയിട്ടുള്ള വേറെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് കോൺട്രാക്ട് ചെയ്യിപ്പിക്കാം. ആ ഒരു അവകാശം എടുത്തു കളഞ്ഞിട്ടില്ല. 162 പറയുന്നത് ഓൺലി ദ സ്റ്റേറ്റ്മെന്റ്സ് given to a police officer in the course of investigation. അതിനെ സംബന്ധിച്ചുള്ള റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആ സാക്ഷിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നതിൽ യാതൊരു തടസ്സമില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ആ സാക്ഷിക്ക് വേറെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ട് ആ സാക്ഷിയെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കാം. ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം. ഏതാ? പോലീസ് ഓഫീസർക്ക് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത്, അതായത് 162 പറയുന്ന ആ ഫസ്റ്റ് പാർട്ടിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. നമ്മുടെ 151 പ്രകാരം അത് ഇപ്പോഴും അവിടെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് സപ്പോസ് ഇപ്പം കോർട്ട് വിറ്റ്നസ് ആയിട്ട് ഒരു സാക്ഷിനെ വിസ്തരിക്കുക. അപ്പം കോർട്ട് വിറ്റ്നസ് ആയിട്ട് എക്സാം ചെയ്താലും ഈ പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്
കോൺട്രാഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ പ്രോസിക്യൂഷൻ സാക്ഷിയെ മാത്രമേ പോലീസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കൂ. ഒരു സാക്ഷി ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവില് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇപ്പം അതിന്റെ കാലമാണല്ലോ. അപ്പം അതിലൊരു രീതിയിൽ പറഞ്ഞു, ഒരു വിദ്വാൻ അത് റെക്കോർഡ് ചെയ്തു, കോടതിയിൽ വന്നിട്ട് വിരുദ്ധമായിട്ട് പറഞ്ഞു. കോടതിയിൽ വന്നിട്ട് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് പറഞ്ഞു, ടെലിവിഷൻ ഇന്റർവ്യൂവില് വേറെ രീതിയിൽ പറഞ്ഞു. ഇത് വെച്ചിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ? ആർക്കെങ്കിലും പറയാമോ? സാധിപ്പിക്കുമോ? റൈറ്റിംഗ് എന്ന് പറയുന്നില്ലേ? റൈറ്റിംഗ് ആണ്. സപ്പോസ് അത് റൈറ്റിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ. പോലീസിന് കൊടുത്തത് മാത്രമല്ലേ ഡ്യൂറിംഗ് ദി ഇൻവെസ്റ്റിഗേഷൻ അല്ലേ പറ്റുള്ളൂ സാർ? ഇൻവെസ്റ്റിഗേഷൻ പോലീസിന് കൊടുത്തത് മാത്രമേ കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ 155 അവിടെ ഉണ്ട്. നമ്മുടെ 155 മീൻസ് ഏത് സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്റ്റ് ചെയ്യിപ്പിക്കാം. ഏത് സ്റ്റേറ്റ്മെന്റും ഏത് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റും വെച്ചൊരു സാക്ഷിനെ ഏത് കേസിലും കോൺട്രാഡിക്റ്റ് ചെയ്യിപ്പിക്കാം. പക്ഷെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ടു ദ പോലീസ് ഓഫീസർ ഇൻ ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആവുമ്പോൾ മാത്രമേ ഈ 162ന്റെ പ്രൊവൈസീവ് പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ചിട്ട് മാത്രമേ കോൺട്രാക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കൂ. ഓക്കെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് മാത്രമേ. ഇനി നമുക്ക് ജസ്റ്റ് ഒമിഷനിലേക്ക് പോകാം. ഒമിഷന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒമിഷനെ കുറിച്ചിട്ട് എവിഡൻസ് ആക്ടിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല. ഒമിഷൻ എന്താണെന്ന് അറിയാലോ, അതിനെക്കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഒമിഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മള് പോലീസിന് നൽകുന്ന സ്റ്റേറ്റ്മെന്റില് പറയാത്ത കാര്യം, പോലീസിന് നൽകുന്ന സ്റ്റേറ്റ്മെന്റിൽ കാണാത്ത കാര്യം, പറയാത്ത ഒരു കാര്യം കോടതിയിൽ പറയുമ്പോഴാണ് ഒമിഷൻ എന്ന് പറയുന്നത്. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, തിരിച്ചാണ് പലരും എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നോട് പറയാറുള്ളത്, എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ഒമിഷൻ ഒന്ന് മാർക്ക് ചെയ്യാൻ. എങ്ങനെ ഒമിഷൻ മാർക്ക് ചെയ്യാൻ സാധിക്കുക? പോലീസിൽ പറയാത്ത കാര്യം എങ്ങനെ മാർക്ക് ചെയ്യാം? പറയാത്ത കാര്യം കോടതി പറഞ്ഞു, കോടതി പറഞ്ഞ കാര്യം മാർക്ക് ചെയ്യണം. അത് കോടതി തന്നെ ഉണ്ടല്ലോ, ഡിപ്പോസിഷൻ പേപ്പറിലുണ്ടല്ലോ. അപ്പം ഒമിഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഒമിഷൻ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒമിഷൻ ഇത്രയേ ഉള്ളൂ, പോലീസിൽ പറയാത്ത ഒരു കാര്യം കോടതി വന്ന് പറയുന്നതിനാണ് ഒമിഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒമിഷനെ കുറിച്ചിട്ട് എവിഡൻസ് ആക്ടിൽ ഒന്നും പറയുന്നില്ല. ഒമിഷനെ കുറിച്ചിട്ട് എവിഡൻസ് ആക്ടിൽ ഒന്നും പറയുന്നു. എവിഡൻസ് ആക്ടിൽ പറയുന്നത്, എവിഡൻസ് ആക്ടിൽ ഒമിഷനെ കുറിച്ച് പറയുന്നില്ല. ഒമിഷനെ കുറിച്ച് പറയുന്നത് CRPC മാത്രമാണ്. 162 അത് പറയുന്നത്. 162 ഏത് സ്റ്റേറ്റ്മെന്റാ? പോലീസിന് നൽകുന്ന ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് 162 മെൻഷൻ ചെയ്തത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒമിഷൻസ് മാത്രമേ നമുക്ക് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അവൈലബിൾ ആയിട്ടുള്ളൂ. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയാം ബാക്കി സ്റ്റേറ്റ്മെന്റ്സിലുള്ള, അതായത് പോലീസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സിലുള്ള അല്ലാത്ത സ്റ്റേറ്റ്മെന്റിലുള്ള ഒമിഷൻസ് കോൺട്രഡിക്ഷൻ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഉള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. അത്രേ ഉള്ളൂ. ഇനി ഒമിഷൻ ഇത്രയേ ഉള്ളൂ. ഒമിഷൻ ഇത് പറയുന്നുണ്ട്. ഇത് ഈ ഒമിഷൻ പണ്ട് പഴയ CRPC ഒന്നും ഇല്ലാത്ത സംഭവമാണ്. അതിൽ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസുണ്ട്, തഹസിയാർ സിംഗ് കേസ്, 1959 കേസാണ്. ആ കേസിലാണ് ഈ സംഭവത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ഉണ്ടായത്. അതിനുശേഷമാണ് ഈ ഒമിഷൻ നമ്മുടെ CRPC-യിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരുപക്ഷെ അപ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നമ്മുടെ എവിഡൻസ് ആക്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കാം, എനിക്കറിയില്ല. പോട്ടെ, ഈ ഒമിഷന്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ പറയാത്ത ഒരു കാര്യം, ഒരു പുതിയ കാര്യം കോടതിയിൽ നൽകി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ലൈക്ക് എ കോൺട്രഡിക്ഷൻ.
ജസ്റ്റ് ലൈക്ക് എ കോൺട്രഡിക്ഷൻ മീൻസ് ആ സാക്ഷിയെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. കോൺട്രഡിക്ഷൻ ഉപയോഗിക്കുന്ന വെച്ചാൽ സാക്ഷിയുടെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാം. സിമിലർലി ഒമിഷനും സാക്ഷിയുടെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇവിടെയാണ് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ഒമിഷൻസും കോൺട്രഡിക്ഷൻ ആവും, അല്ലെങ്കിൽ എല്ലാ ഒമിഷൻസിനും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കോൺട്രഡിക്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഒമിഷൻസ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ ആണ്, പക്ഷെ എല്ലാ ഒമിഷൻസും കോൺട്രഡിക്ഷൻസ് അല്ല. കോൺട്രഡിക്ഷൻ ആവുമ്പോൾ മാത്രമേ സാക്ഷിയുടെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യുന്നത്. അപ്പൊ എത്തരത്തിൽ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒമിഷൻസ് ആണ് കോൺട്രഡിക്ഷൻസ് ആയിട്ട് മാറുക, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്, എന്താ പറയുന്നത് വെച്ചാല് എക്സ്പ്ലനേഷൻ നോക്കുക. സെക്ഷൻ 162ന്റെ എക്സ്പ്ലനേഷൻ നോക്കുക. An omission to state a fact, an omission to state a fact or circumstance in the statement referred to in subsection 1, that means police നൽകുന്ന statement in the course of investigation, may amount to contradiction, may not shall, may amount to contradiction if clause പറയുന്നുണ്ട് the same appears to be significant and otherwise relevant having regard to the context in which such omission occurs, and whether any omission amount to contradiction in the particular context shall be a question of fact. If the same appears to be significant and otherwise relevant having regard to the context in which such omission occurs, and whether any omission amount to contradiction in the particular context shall be a question of fact. വ്യക്തമാണ്, എല്ലാ ഒമിഷൻസും കോൺട്രഡിക്ഷൻ ആവാൻ പറ്റും. അപ്പൊ ആ പെർട്ടിക്കുലർ ഫാക്ടിന്റെയും സർക്കംസ്റ്റൻസും വെച്ചിട്ട് അതിനെ കണക്കാക്കണം. അത് കോൺട്രഡിക്ഷൻ ആയിട്ട് മാറുന്നു. ഡ്യൂട്ടി ഓഫ് ദ ജഡ്ജ്. അപ്പൊ അത് ചോദിക്കാം, അത് എങ്ങനെയാണ്? ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ അതിന്റെ ആ ടെസ്റ്റിന്റെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒമിഷന്റെ ആണ്. ആ കേസിന്റെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ, ആ പെർട്ടിക്കുലർ കേസിന്റെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ, സാക്ഷി കോടതിയിൽ പറഞ്ഞ മൊഴി തീർച്ചയായിട്ടും പോലീസിനോടും പറയേണ്ടതായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. എന്നൂടെ പറയാം, സാക്ഷി കോടതിയിൽ പറഞ്ഞ മൊഴി, അത് പോലീസിന് പറഞ്ഞില്ലല്ലോ, അതാണ് ഒമിഷൻ. സാക്ഷി കോടതിയിൽ പറഞ്ഞ മൊഴി ആ കേസിന്റെ ഫാക്റ്റും വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കേസിന്റെ സർക്കംസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസിനോടും പറയേണ്ടതായിരുന്നു. അതാണ് ആ ടെസ്റ്റ്. അപ്രകാരം പോലീസിനോട് പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, പക്ഷെ പോലീസിനോട് പറയില്ല. ബട്ട് എവിടെ പറഞ്ഞു? കോടതി പറഞ്ഞു. അന്നേരം മാത്രമാണ്, അങ്ങനെയുള്ള ഒമിഷൻസ് മാത്രമാണ് കോൺട്രഡിക്ഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അതാണ് ആ ഡിഫറൻസ്. എല്ലാ ഒമിഷൻസും അത് പക്ഷെ നമ്മൾ കാണാൻ സാധിക്കുന്ന വെച്ചാല് എല്ലാ ഒമിഷൻസും നമ്മൾ ഇങ്ങനെ ചോദിച്ചു വരുത്താറുണ്ട്. ഒരു കാര്യം സ്റ്റേറ്റ്മെന്റിലെല്ലാം പറയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ കോടതിയിൽ മൊഴി നൽകുമ്പോഴായിരിക്കും അത് ഓർമ്മിക്കുക. അപ്പൊ എല്ലാ ഒമിഷൻസും കോൺട്രഡിക്ഷൻ ആവില്ല. ആ കേസിന്റെ പെർട്ടിക്കുലർ സർക്കംസ്റ്റൻസും ഫാക്റ്റും വെച്ച് നോക്കുമ്പോൾ കോടതി പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും പോലീസിനോടും സാക്ഷി പറയേണ്ടതായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ ഒമിഷനെ കോൺട്രഡിക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കൂ. ഇനി നേരത്തെ ഞാൻ ആദ്യം ചോദിച്ചു, പോലീസിനോട് പറഞ്ഞ കാര്യം കോടതി പറഞ്ഞില്ലെങ്കിൽ അത് ഒമിഷൻ ആവുമോ? പോലീസിനോട് കാര്യം പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ പറഞ്ഞ ഒരു പെൻസിലിന്റെ കാര്യം പറഞ്ഞു. പോക്സോ കേസിൽ പെൻസിൽ കൊടുത്തിട്ടാണ്, അത് ഒഫൻസ് ആണ്. അത് പോലീസിനോട് പറഞ്ഞു, ബട്ട് കോടതി പറഞ്ഞില്ല. അത് ഒമിഷൻ ആവുമോ? ഒരിക്കലും അത് ഒമിഷൻ അല്ല. അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി സപ്പോസ് ഒരു സാക്ഷി പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ പ്രതിക്ക് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പ്രതിക്ക് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രോസിക്യൂട്ടർ ബുദ്ധിയുള്ളതുകൊണ്ട് പ്രോസിക്യൂട്ടർ പറഞ്ഞു, നീ കോടതി പറയുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റ് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസിനെ പ്രോസിക്യൂഷനെ ബാധിക്കും, പറയണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കയറ്റി.
അപ്പൊ നമ്മുടെ ഡിഫൻസ് ലോയർ അവന്റെ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ പോലീസിന് മൊഴി നൽകിയ സമയത്ത് ഇപ്രകാരം പ്രതിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് ഇപ്രകാരം സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അവനെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ അപ്രകാരം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല എന്ന് ഡിനൈ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അത് റെക്കോർഡ് ചെയ്ത പോലീസ് ഓഫീസർ വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, ഈ സാക്ഷി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നൽകിയ സമയത്ത് ഇപ്രകാരം, ദാറ്റ് മീൻസ് പ്രതിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, കാര്യം നമുക്ക് ആവശ്യമാണ്, പ്രതിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടെന്ന് ചോദിക്കാൻ സാധിക്കുമോ? ചോദിക്കാൻ സാധിക്കുമോ? നോ. എന്തുകൊണ്ട്? 162 ഹിറ്റ് ആണ് അവിടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ 162 ഹിറ്റ് ആണത്, അത് ചോദിക്കാൻ പറ്റില്ല. ഫോർ നോ പർപ്പസ് ആണ് 162. ഞാൻ തുറവില്ലേ, നോ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ടു എ പോലീസ് ഓഫീസർ ഇൻ ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഷാൽ ബി യൂസ് ഫോർ എനി പർപ്പസ്. ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല എക്സെപ്റ്റ് സേവ് ആസ്. എന്തിനാ? കോൺട്രഡിക്ഷന് മാത്രം. ഓക്കെ. ഇനി വേറൊരു സംശയം കൂടെ ചോദിക്കാം. ഓൾഡ്, അതായത് ഒമിഷൻ വന്നു കഴിഞ്ഞാൽ, ഒമിഷൻ ആണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒമിഷൻ ആണെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ, അതായത് സെക്ഷൻ 145 പറയുന്ന ഒരു ഇതാണല്ലോ, എക്സ്പ്ലനേഷൻ citation should be called to those parts which are intended to be used for auditing him. അത് അവന്റെ, അതായത് അവന്റെ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കണമോ? 145 കംപ്ലൈ ചെയ്യണം ഒമിഷന്റെ കേസിൽ. തീർച്ചയായിട്ടും ഒമിഷൻ എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് ഈ 145 അവിടെയും കംപ്ലൈ ചെയ്ത് പറ്റും. ഓക്കെ. ഇനി ഇത്രയും കേട്ട സ്ഥിതിക്ക് എന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ, സമയം ടൈം കുറെ പോയി. എന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയാമോ ഓർക്കെങ്കിൽ? അതായത് പ്രതിയെ കൺവിക്ട് ചെയ്യാൻ സാധിക്കുമോ, അക്വിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇതും കൂടെ കേട്ടിട്ട് ഞാൻ പെടുന്ന വേണ്ടി. കൺവിക്ട് ചെയ്യാൻ സാധിക്കുമോ? ഒരേ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ കോൺട്രഡിക്ഷൻ ഉള്ളൂ, ബാക്കിയെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺവിക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ചോദിക്കാം, അപ്പോഴാണ് ഇവിടെ 145ന്റെ റിലവൻസ് വരുന്നത്. ഞാൻ പറഞ്ഞുതരാം, സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. 145ന്റെ റിലവൻസ് ഇവിടെ വരും. 145 പ്രകാരം എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ കുറിച്ച് അവരുടെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കണം. എന്തുകൊണ്ടാ നിങ്ങൾ പോലീസിന് നൽകിയപ്പോൾ അച്ഛന് പകരം അമ്മ എന്ന് പറഞ്ഞത്? അവന്റെ എക്സ്പ്ലനേഷൻ കേൾക്കണം. ആ എക്സ്പ്ലനേഷൻ കേട്ടിട്ടാണ് കോടതി തീരുമാനിക്കേണ്ടത് എന്താ, അവൻ നുണയനാണോ അതോ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള, ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണോ മാറ്റി പറഞ്ഞത്. ഈ എക്സാമ്പിൾ ഞാൻ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞു. സപ്പോസ് അവൻ ഒരു LLB സ്റ്റുഡന്റ് ആണെന്ന് ഇരിക്കട്ടെ. LLB സ്റ്റുഡന്റ് ആയ സമയത്ത് അന്ന് രാവിലെയാണ് അവൻ എവിഡൻസ് ആക്ട് സാറ് പഠിപ്പിച്ചത്. സാർ അന്ന് LLB സെക്ഷൻ 11 പഠിപ്പിച്ചു, LLBK പഠിപ്പിച്ചു. അപ്പൊ LLB എന്തെന്ന് അവൻ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ മകൻ. അന്ന് അവന്റെ വീട്ടിൽ ഒരു സംഭവം നടന്നു. അവന്റെ അമ്മ, ഫോർ എക്സാമ്പിൾ, അവൻ ട്രിവാൻഡ്രത്താണ്, അവന്റെ അമ്മ എറണാകുളത്താണ്. അമ്മ അവിടെ നിൽക്കുന്നു. അപ്പൊ അവിടെ അവനും അവന്റെ അച്ഛനേ ഉള്ളൂ. അവിടെ ഒരു ന്യൂസ് വന്നു, അമ്മയെ പോലീസ് പിടിച്ചു. എന്തോ ഒരു കാര്യത്തിന് പോലീസ് അമ്മയെ പിടിച്ചു. സ്റ്റോറിയാണേ, അമ്മയെ പിടിച്ചു. അപ്പം അവന്റെ മനസ്സിലേക്ക് അന്ന് രാവിലെ പഠിച്ചതാണ് LLB. ദാറ്റ് മീൻസ് അമ്മ എറണാകുളത്താണ് ഓഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. കേസിന്റെ ട്രയലിൽ അവന് ഡിഫൻസ് ആയിട്ട് പ്രൂവ് ചെയ്യാം, എന്താണ്, LLB പ്രൂവ് ചെയ്യാം. ആ സമയത്ത് അമ്മ എറണാകുളത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാം, ട്രിവാൻഡ്രത്താണെന്ന് പ്രൂവ് ചെയ്യാം. അവന്റെ ബുദ്ധിയിൽ അവൻ നേരെ എന്താ ചെയ്തെന്ന് വെച്ചിട്ട്, അപ്പൊ ഈ സംഭവം കേട്ട മാത്രമല്ല, അമ്മ ഇപ്രകാരം തെറ്റ് ചെയ്തെന്നുള്ള കേട്ട മാത്രമല്ല, അച്ഛൻ ഒറ്റ അടി അടിച്ചു. ഒരു എന്താ പറയാ, ചിലവെടുത്തിട്ട് എന്തെങ്കിലും ഒരു അടി അടിച്ചു. അപ്പൊ അടിയും കിട്ടിയപ്പം കാണാം അവനൊരു ഉപകാരമായി. അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു, അടിച്ചത് അച്ഛനാണ്, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അമ്മ ആ സമയത്ത് ട്രിവാൻഡ്രത്തുണ്ടെന്ന് തെളിയിക്കാൻ, LLB പ്രൂവ് ചെയ്യാനായിട്ട് അവൻ ഇന്റൻഷനലി പോലീസിന് മൊഴി നൽകി അമ്മയാണ് അടിച്ചതെന്ന് മൊഴി. പക്ഷെ സമർത്ഥനായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കണ്ടുപിടിച്ചപ്പോൾ അടിയൊക്കെ ശരിയാണ്, പക്ഷെ അടിച്ചത് അമ്മയല്ല, അമ്മ ആ സമയത്ത് എറണാകുളത്തായിരുന്നു, അടിച്ചത് അച്ഛനാണെന്ന് ബാക്കി എവിഡൻസ് കൊണ്ട്
ഇവിടെ ബാക്കി എവിഡൻസ് മീൻസ് ഇവിടെയും ബാക്കി എവിഡൻസ് സപ്പോർട്ടീവ് എവിഡൻസ് ആണ്. കാര്യം അവൻ കോടതിയിൽ വന്ന് പറഞ്ഞ അച്ഛനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ കോടതിക്ക് ബോധ്യപ്പെട്ടു അടി കിട്ടി സത്യമാണ്, അടിച്ചത് സത്യമാണ്, അച്ഛനാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ പ്രതിയെ കൺവിക്ട് ചെയ്തുകൂടാ? ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ്, മെറ്റീരിയൽ ആസ്പെക്ടിൽ ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കൂടിയും എന്തുകൊണ്ട് കൺവിക്ട് ചെയ്തുകൂടാ? അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു പ്രതിക്ക് ഈ അച്ഛൻ മകനെ അടിച്ചതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ കൺവിക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് കിടക്കിയ മെറ്റീരിയൽ ആസ്പെക്ടിൽ വിടാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ഞാൻ എന്താ ശ്രമിച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക, ഇങ്ങനെ ഈ കോൺട്രഡിക്ഷന്റെ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ ഒരു തെറ്റായിട്ട് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് തെറ്റായി ധരിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ചെറിയൊരു ശ്രമം മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാനൊരു ഡിസിഷൻ റെഫർ ചെയ്തിട്ടല്ല ഞാൻ ഇതൊന്നും പറയുന്നത്. അതുകൊണ്ട് ഡിസിഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുള്ള അറിവും പക്വതയും എല്ലാം നിങ്ങൾക്കുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനത് ഒരു എളിയ ശ്രമം മാത്രമേ ഉള്ളൂ ഈ ഒരു 3 ദിവസമായിട്ട് കൊറോബറേഷനും കോൺട്രഡിക്ഷനും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ.